തുറന്ന സ്വർഗത്തെക്കുറിച്ച്. അതൊരു അനുഭവമാണ്. ഓപ്പൺ ഹെവൻ, ഓപ്പൺ ഹെവൻ. എത്ര പേർ തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തെ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ, ആമേൻ. ആ തുറന്ന സ്വർഗത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം. കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിലാണ് അവരെ സൃഷ്ടിച്ചത്. എന്നാൽ അവരുടെ ജീവിതം വഴിതെറ്റിപ്പോയപ്പോൾ ആ അനുഭവം മാറി അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് അവർ തള്ളപ്പെട്ടു. ഹല്ലേലൂയ. അവർ മുഖാന്തരം വരും തലമുറകളെല്ലാം അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവത്തിലാണ് ജനിച്ചത്. എന്നാൽ അങ്ങനെ ഇരിക്കെ പോലും ചിലർ ദൈവത്തോട് ചേർന്ന് വന്ന് ആ അനുഭവത്തെ മാറ്റി തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് ചിലർ കയറി വന്നു. രണ്ടുപേരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു, യാക്കോബും മോശയും. യാക്കോബിന്റെ ജീവിതത്തിൽ അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവമാണ് ഉണ്ടായിരുന്നതെങ്കിലും തനിക്ക് ദൈവത്തോടുള്ള ഉടമ്പടി നിമിത്തവും പൂർവ്വപിതാക്കന്മാരോട് ദൈവത്തിനുണ്ടായിരുന്ന വാഗ്ദത്തങ്ങൾ നിമിത്തവും യാക്കോബിനോട് ദൈവത്തിന്റെ ഒരു കൂടിക്കാഴ്ചയുണ്ടായി, ഒരു എൻകൗണ്ടർ ഉണ്ടായി. അത് നിമിത്തം താൻ ആ ഉടമ്പടിയിൽ നിൽക്കവേ ആ തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തെ ജീവിതകാലം മുഴുവനും പരിപാലിക്കുവാൻ യാക്കോബിന് കഴിഞ്ഞു. ഹല്ലേലൂയ. അടുത്തതായി മോശയെ കുറിച്ച് വചനം പറയുന്നു, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ക്യാരക്ടർ, സ്വഭാവം, തന്റെ സ്വഭാവത്തിൽ ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് അത് മോശയുടെ ജീവിതത്തിൽ തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തെ കൊണ്ടുവന്നു. തനിക്ക് വേണമെങ്കിൽ ഒരു രാജകുമാരനായി മിസ്രയീമിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ സുഖമായി ജീവിക്കാമായിരുന്നു. എന്നാൽ വചനം പറയുന്നു, ലോകത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടത അനുഭവിക്കുന്നതിനെ മോശ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ആമേൻ. തനിക്ക് ചില ഉത്തരവാദിത്വ ബോധം തൻ്റെ ജനതയെക്കുറിച്ച്, തൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് തൻ്റെ മനസ്സിലുണ്ടായപ്പോൾ ദൈവം അത് കണ്ടു. അതേ ജനത്തെ പൂർവികരോടുള്ള വാഗ്ദത്ത പ്രകാരം വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി ഒരു ഉപകരണമായി ഉപയോഗിക്കപ്പെടുവാൻ മോശയെ കർത്താവ് തൊട്ടു. ആമേൻ. കത്തുന്ന ഒരു മുൾപടർപ്പ്, തീ കത്തുന്നു, പക്ഷെ ഒന്നും കരിഞ്ഞു പോകുന്നില്ല. അങ്ങനെ ഒരു അത്ഭുത കാഴ്ചയെ മോശ കണ്ടു. അവിടെ നിന്നും മോശ ഒരു ദൈവ ശബ്ദത്തെ കേട്ടു. മോശയെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു. തുടർന്ന് ജീവിതകാലം മുഴുവനും മോശ ആ വിളിയിൽ തന്നെ നിന്നു. തൻ്റെ ജീവിതത്തിൽ അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവങ്ങളായിരുന്നു. എന്നാൽ തൻ്റെ ക്യാരക്ടർ നിമിത്തവും പൂർവികന്മാരോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത നിമിത്തവും മോശയ്ക്കുള്ള സമർപ്പണം നിമിത്തവും ഒരു തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ മോശയ്ക്ക് കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവമാണെങ്കിലും ഒരു തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഈ കോട്ടുവ വിട്ട് ഇരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ അല്പം കൂടെ ദൈവത്തിന്റെ കൃപയിൽ സ്തുതിയോടെ, സ്തോത്രത്തോടെ, ദാഹത്തോടുകൂടെ കയറി വന്നാൽ ആ അവസ്ഥകൾ മാറിപ്പോകും. ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോഴേ ഈ പ്രശ്നമുള്ളൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കൂ, വേറൊരു സമയം ഈ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോഴേ ഈ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ എങ്കിൽ അവിടെ ഒരു പുനർചിന്തനം വേണം. there is something wrong. അവിടെ എന്തോ സംതിങ് റോങ് ആയിട്ടുണ്ട്. ഞാൻ ഇനിയും ദൈവകൃപയിൽ ആകണമെന്ന് ഏൽപ്പിച്ചു കൊടുത്ത് സ്തുതിയോടെ, സ്തോത്രത്തോടെ ദിവസം ഇരിക്കണം. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുമ്പോൾ സ്തുതിച്ചുകൊണ്ട് അതിനെ ഏറ്റെടുക്കുവാൻ, വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കുവാൻ, ദാഹത്തോടെ അത് ഏറ്റെടുക്കുവാൻ. അങ്ങനെ ഏറ്റെടുക്കുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് വിടുതലായി മാറും. വെറുതെ ഇരിക്കുന്നുള്ള ഒരു ചിന്തയോടുകൂടെ ദൈവവചനം കേൾക്കുവാൻ ഇരിക്കരുത്. ദൈവശബ്ദം കേൾക്കുവാൻ ഞാൻ ഇരിക്കുന്നു, ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാൻ ഞാൻ ഇരിക്കുന്നു, ദൈവത്തിന്റെ മഹത്വം സ്വന്തമാക്കുവാൻ ഞാൻ ഇരിക്കുന്നു, ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഞാൻ ഇരിക്കുന്നു എന്ന പ്രതീക്ഷയോടുകൂടി ഇരിപ്പൻ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളുണ്ടായിരിക്കാം. അതെല്ലാം മറന്ന്
കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ഇരുന്ന് നോക്ക്. നിങ്ങളുടെ കാര്യതകളിലെല്ലാം കർത്താവ് തന്റെ പ്രവൃത്തി അയക്കും. നമ്മുടെ അവസ്ഥകൾക്ക് കർത്താവ് വലിയ മാറ്റത്തെ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നത്, നമ്മുടെ ജീവിതത്തിലുള്ള വെല്ലുവിളികളെ മാറ്റുന്നത്, അതൊന്നും കർത്താവിന് വലിയ കാര്യമല്ല. വചനം ഏറ്റെടുക്കുമ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. വലിയ മഹത്വം വെളിപ്പെടും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. ആമേൻ. ഞാൻ എപ്പോഴും ആ രോഗത്തെക്കുറിച്ചും ബന്ധനങ്ങളെക്കുറിച്ചും ആ വിടുതലിനെ കുറിച്ചും സംസാരിക്കേണ്ട കാര്യമല്ല. ഞാൻ പറയുന്നൊരു കാര്യത്രയേ ഉള്ളൂ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. സ്തുതിയോടെ സ്തോത്രത്തോടെ കർത്താവിന്റെ പാദത്തിലിരുന്നാൽ ആ ദൈവ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും, നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടും, നമ്മുടെ കാര്യാദികളിൽ വെളിപ്പെടും. അത്ഭുതങ്ങളെ അത് കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഹാനോക്കിനെ കുറിച്ചാണ്. ആദാം വീണുപോയെങ്കിലും ആദാമിൽ നിന്നും 7ാം തലമുറയിൽ വന്ന ഹാനോക്ക്, ആ ഹാനോക്കിനെ കുറിച്ച് നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം ആദിയാഗമം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ஏனோக்கு 65 வயதான போது மெத்தூசலாவை பெற்றான். ஏனோக்கு மெத்தூசலாவை பெற்ற பின் 300 வருஷம் தேவனோட சஞ்சரித்துக் கொண்டிருந்து குமாரரையும் குமாரத்திகளையும் பெற்றான். ஏனோக்குடைய நாளெல்லாம் 365 வருஷம். ஏனோக்கு தேவனோட சஞ்சரித்துக் கொண்டிருக்கையில் കാണപ്പെടാമർ പോയനാൻ. ദേവൻ അവനെ എടുത്തുകൊണ്ടാർ. 24ാമത്തെ വാക്യം, ആ വാക്യത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു: ഏനോക്ക് walked faithfully with God, then he was no more because God took him away. തമിഴിലും മലയാളത്തിലും പറയുന്നത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ പറയുന്നതിൽ അല്പം കൂടെ ഒരു വ്യത്യാസമുണ്ട്. ഹാനോക്ക് ദൈവത്തോട് കൂടെ വിശ്വസ്തയോടെ നടന്നു എന്നാണ് അവിടെ പറയുന്നത്. ഏനോക്ക് walked faithfully with God. ആ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു അനുഭവം ഹാനോക്കിനുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, തുറന്ന സ്വർഗത്തിലായിരുന്ന, അതിന്റെ അനുഭവത്തിലായിരുന്ന ആദാമും ഹൗവയും അവർക്ക് അതിനെ അനുഭവത്തെ കാത്തു സൂക്ഷിക്കുവാൻ, പരിപാലിക്കുവാൻ കഴിഞ്ഞില്ല. ആ അനുഭവത്തിൽ നിന്നും അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക്, ശാപത്തിന്റെ അനുഭവത്തിലേക്ക്, അടിമത്വത്തിന്റെ അനുഭവത്തിലേക്ക് അവർ വീണുപോയി. എന്നാൽ ശാപത്തിന്റെ അടിമത്വത്തിൽ കിടക്കുന്ന, ബന്ധനത്തിൽ കിടക്കുന്ന, വീഴ്ത്തപ്പെട്ട അവസ്ഥയിലിരിക്കുന്നവർക്ക് പോലും ദൈവകൃപയിലേക്ക് കയറി വരാം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവത്തിൽ, അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ മറുപടിയില്ല, ശാപമുണ്ട്, കണ്ണുനീരുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്, നിരാശയുണ്ട്, ഞെരുക്കമുണ്ട്, വെല്ലുവിളികളുണ്ട്, കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്. ഈ അനുഭവമാണ് അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവം. നിലവിളിച്ചിട്ടും പ്രാർത്ഥന കേൾക്കുന്നില്ല. എന്താണ് അനുഭവം? എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു തീരും എന്റെ കഷ്ടം തന്റെ ശുദ്ധരോത്തു പാടിയാർക്കുമേ, അന്നു തന്റെ ശുദ്ധരോത്തു പാടിയാർക്കുമേ. എനിക്കു സാധ്യമോ സമ്മേളനം, എനിക്കു സാധ്യമോ സമ്മേളനം. അതായത് ഒരു പ്രത്യാശയോടുകൂടെ ഒരു കാത്തിരിപ്പിന്റെ ഒരു കാലഘട്ടമാണ് ഇത്. ആത്മീകമായ ഒരു പർട്ടിക്കുലർ ലെവലാണ്. അതിന്റെ അർത്ഥം ഇന്നവർ എന്താണ്? എന്ന് തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഷ്ടപ്പാടിലാണ്, ഇപ്പോൾ ദുഃഖത്തിലാണ്, ഇപ്പോൾ ദുരിതത്തിലാണ്, ഇപ്പോൾ വേദനയിലാണ്, ഇപ്പോൾ അടിമത്വത്തിലാണ്. എന്നാൽ അത് അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവത്തിന്റെ കാലഘട്ടമാണ്. എന്നാൽ ഈ ഭൂമിയിൽ ശരീരത്തിൽ ജീവനോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഈ അനുഭവത്തിൽ നിന്നും പുറത്തു വന്ന ദൈവമക്കളെ, ഭക്തന്മാരെ തിരുവെഴുത്തിൽ നമുക്ക് കാണാം. ഹല്ലേലൂയ. ചിലർ ഇങ്ങനെ വിചാരിക്കുന്നു, ശരീരത്തിൽ നിന്നും വിട്ട് സ്വർഗത്തിൽ പോയതിന് ശേഷമാണ്
ആ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നത് എന്ന് വിചാരിക്കുന്നു. എന്നാൽ ലോകത്തെ ജയിച്ച ജയമുള്ള കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നാം ജീവനോടുകൂടെ ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ ലോകത്തെയും ജഡത്തെയും പിശാചിനെയും വചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും ജയിച്ചു മുന്നേറുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ചിന്താഗതികൾക്കൊരു മാറ്റം വരണം. ഞാൻ ശരീരം വിട്ട് മരിച്ച് പോയതിന് ശേഷമാണ് സ്വർഗത്തിൽ കയറുക എന്നുള്ള ചിന്ത മാറി ഇപ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ ക്രിസ്തുവിനുള്ളിലാണെന്നും ഞാൻ ഇപ്പോൾ തന്നെ ദൈവരാജ്യത്തിനുള്ളിലാണെന്നും ഞാൻ ഇപ്പോൾ തന്നെ ആ പുത്രത്വത്തിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ പുത്രന്റെ അനുഭവത്തിലാണെന്നും ഉള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ വരണം. നമ്മുടെ മനസ്സിനെ നമ്മൾ ആ ചിന്ത കൊണ്ടൊന്ന് ഉറപ്പിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടകന്നാലും ഞാൻ കർത്താവിനോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ശരീരത്തിലിരുന്നാലും കർത്താവിനോട് കൂടെ ഇരിക്കാം. ഹാനോക്ക് ശരീരത്തിലിരുന്നപ്പോൾ തന്നെ കർത്താവിനോട് കൂടെ നടന്നു. ആമേൻ. ഹല്ലേലൂയ. ശരീരത്തിൽ ഇരിക്കുന്നവരോടാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ശരീരം വിട്ട് പോയവരോടല്ല. അപ്പോൾ ശരീരത്തിലിരിക്കുന്ന നമുക്കും ദൈവത്തോട് കൂടെ നടക്കാം, കർത്താവിനോട് കൂടെ ഇരിക്കാം. തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്കും കയറി വരാം. ഒരു സാധാരണ മനുഷ്യനായിരുന്ന ഹാനോക്കിന്, ശാപത്തിന് കീഴെ ജനിച്ച ഹാനോക്കിന്, അടിമത്വത്തിൽ ജനിച്ച ഹാനോക്കിന്, പാപത്തിന്റെ പാരമ്പര്യത്തിൽ ജനിച്ച ഹാനോക്കിന്, ഒരു സാധാരണ ബലഹീന മനുഷ്യനായി ജനിച്ച ഹാനോക്കിന്, ഓക്കെ, ആദാമിന്റെ പാപത്തിന്റെ പാരമ്പര്യത്തിന്റെ ആ ഒരു ഭാരം ചുമന്നുകൊണ്ട് ജനിച്ച ഹാനോക്കിന് തന്റെ ജീവിതത്തിൽ ഘട്ടം ഘട്ടമായി തനിക്ക് ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവത്തിലേക്ക് കയറി വരുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകൾ എന്തു തന്നെ ആയിരുന്നാലും, നമ്മുടെ പിന്നിലെ ചരിത്രം, പിന്നിലെ കാലഘട്ടം എന്തു തന്നെ ആയിരുന്നാലും, കർത്താവ് നമ്മെ ആരെയും തള്ളിക്കളയുന്നില്ല. കർത്താവ് നമ്മെ വിളിക്കുകയാണ്. വചനം പറയുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് ഹൃദയവാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ. ഹൃദയം ഒന്ന് തുറന്നു കൊടുത്താൽ മതി, ഹൃദയവാതിൽ ഒന്ന് തുറന്നു കൊടുത്താൽ മതി. ദൈവത്തോടു കൂടെ അടുത്ത സംസർഗമുള്ള അനുഭവങ്ങളിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകും. ഹല്ലേലൂയ. ലോകത്തിന്റെ ശബ്ദം കേട്ട് ലോകത്തിലെ കാര്യങ്ങൾ നോക്കി കലങ്ങി നിരാശപ്പെട്ട് ഇരിക്കുന്ന ഒരു ഹൃദയത്തിൽ അല്ല ദൈവമക്കൾ ഇരിക്കേണ്ടത്. പകരം പ്രത്യാശയുള്ള മക്കളായി, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്, പിതാവിൻ്റെ കൂടെയുണ്ട്, പുത്രൻ എൻ്റെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുണ്ട് എന്ന പ്രത്യാശയുടെ അനുഭവത്തിൽ ജീവിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ കഷ്ടമെന്ന് തീരും എന്നുള്ള കാത്തിരിപ്പല്ല, കർത്താവ് കൂടെയുണ്ടെന്നുള്ള സന്തോഷമാണ് ദൈവമക്കളുടെ ഉള്ളിൽ വേണ്ടത്. ആമേൻ. കർത്താവ് കൂടെയുണ്ടെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും, അവിടെ വിടുതലുണ്ടാകും, അവിടെ ജയമുണ്ടാകും, അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കർത്താവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. ആമേൻ. ഏതൊരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയം അത് തന്നെ പറയട്ടെ, കർത്താവിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ബന്ധനത്തിൽ നിന്നും, ഈ വെല്ലുവിളിയിൽ നിന്നും, ഈ അടിമത്തത്തിൽ നിന്നും ഞാൻ പുറത്തു വരും. ദാവീദ് പറയുകയാണ്, കൂരിരുളിന്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അതിന് കാരണം എന്താണ് പറയുന്നത്? കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടില്ല. ഐ വിൽ കം ഔട്ട്. ഞാൻ പുറത്തു വരും, ഞാൻ ജയമെടുക്കും. ആരാധിക്കുന്ന മക്കൾ ജയമെടുക്കും, തിരുവെഴുത്തുകളെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന മക്കൾ ജയമെടുക്കും, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന മക്കൾ ജയമെടുക്കും, കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്ന മക്കൾ ജയമെടുക്കും. ഹല്ലേലൂയ. ഹാനോക്ക് സാധാരണ ഒരു ജീവിതം നയിച്ചൊരു മനുഷ്യൻ. തനിക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. സാധാരണ ഒരു മനുഷ്യൻ, സാധാരണ ജീവിതം നയിച്ച ഒരു മനുഷ്യൻ. അവനെ കുറിച്ച് വചനം പറയുകയാണ്, ഹാനോക്ക് വിശ്വസ്തയോടെ
ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ, എങ്ങനെ എടുത്തു? ആത്മാവിൽ മാത്രമല്ല. കൂടുതലും മനുഷ്യരെ ദൈവം എടുക്കുന്നത് ആത്മാവിൽ മാത്രമാണ്. ശരീരത്തെ ഭൂമിയിൽ തന്നെ ഇട്ടേക്കുന്നു. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും എന്നുള്ളതാണ് അവർക്ക് ബാധകം. എന്നാൽ അല്പം കൂടെ ദൈവത്തോട് അടുത്തപ്പോൾ ഹാനോക്കിന് അത് ബാധകമായി വന്നില്ല. അവന്റെ ശരീരം പോലും മണ്ണോട് ചേരുവാൻ ദൈവം വിട്ടില്ല. ശരീരത്തോടെ ഹാനോക്കിനെ രൂപാന്തരപ്പെടുത്തി. അവൻ ഒരു രൂപാന്തരപ്പെട്ടൊരു ശരീരത്തെ ദൈവം ഹാനോക്കിന് കൊടുത്തു. ശരീരത്തോട് കൂടെ ദൈവം ഹാനോക്കിനെ എടുത്തു. എത്ര മഹത്വകരമായ അനുഭവം! നമ്മളിത് ധ്യാനിക്കുമ്പോൾ ഇതൊരു കഥയായി കേട്ടുകൊണ്ടിരിക്കുവാനല്ല, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മിൽ ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകണം. എന്താഗ്രഹം ഉണ്ടാകണം? എനിക്കും അതുപോലെ എടുക്കപ്പെടണം, എനിക്കും ദൈവത്തോട് കൂടെ നടക്കണം എന്നൊരു ആഗ്രഹമുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഹാനോക്കിനെ പോലെ എനിക്കും എടുക്കപ്പെടണമെന്ന്? ഉണ്ടല്ലേ? ഓക്കെ. വചനം നമ്മൾ ധ്യാനിച്ച് അതിനനുസരിച്ച് ഒരു രൂപാന്തരം നമ്മിൽ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. സംഭവിക്കില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കരുത്. സംഭവിക്കണമെന്ന് ആഗ്രഹിക്കാം, സംഭവിക്കുമെന്ന് വിശ്വസിക്കാം. ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വങ്ങളെ ഈ നാളുകൾ കാണും, ഈ തലമുറ കാണും. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തികൾ ഈ തലമുറയിൽ വെളിപ്പെടും. ഒരു പുതുയുഗം ആത്മമണ്ഡലത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആ യുഗം അത് ദൈവപുത്രന്മാരുടെ വാഴ്ചയുടെ കാലഘട്ടമാണ്. ദൈവസഭയുടെ എഴുന്നേൽപ്പിന്റെ കാലഘട്ടമാണ്. ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച ദൈവപുത്രന്മാർ എഴുന്നേൽക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് കർത്താവ് തന്റെ ജനത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുന്ന പീഡനത്തിന്റെയും ഉപദ്രവത്തിന്റെയും വാക്കുകൾ കേട്ട്, വാർത്തകൾ കേട്ട് ദൈവജനം തളരേണ്ടതില്ല. പീഡിപ്പിക്കപ്പെടുവാനല്ല ദൈവസഭയെ കർത്താവ് നിർത്തിയിരിക്കുന്നത്. മഹത്വത്തോടെ തല ഉയർത്തി നിൽക്കുവാനാണ് കർത്താവ് തന്റെ സഭയെ നിർത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ തേജസ് തന്റെ സഭയുടെ മേൽ വെളിപ്പെട്ടാൽ, ദൈവത്തിന്റെ മഹത്വം തന്റെ സഭയുടെ മേൽ വെളിപ്പെട്ടാൽ, അമാനുഷികമായിട്ടുള്ള ദൈവപ്രവൃത്തികൾ ലോകം കാണും. ഹല്ലേലൂയ. ഈ തലമുറയിൽ തന്നെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് സംഭവിക്കണമെന്നുള്ള ദാഹവും ആഗ്രഹവും നമ്മിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഓക്കെ. ഹാനോക്കിനെ കുറിച്ച്, ഹാനോക്ക് വിശ്വസ്തയോടുകൂടെ ദൈവത്തോടു കൂടെ നടന്നു. എങ്ങനെയാണ് വിശ്വസ്തയോടുകൂടെ ദൈവത്തോടു കൂടെ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സത്യങ്ങൾ, തിരുവെഴുത്തിന്റെ സത്യങ്ങൾ അറിയുന്നതിനനുസരിച്ച് അതിനെ പ്രയോഗിച്ച് ഏറ്റെടുത്ത് ജീവിതത്തിൽ സ്വന്തമാക്കി കൊണ്ടുപോകുമ്പോഴാണ് അങ്ങനെ വിശ്വസ്തയോടെ ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ കഴിയുന്നത്. ഞാൻ പറയട്ടെ, അറിയുന്നതിനനുസരിച്ച്. എല്ലാവരും എല്ലാം അറിയണമെന്നില്ല. എന്നാൽ ദൈവം കണ്ണു തുറന്നു തന്നതിനനുസരിച്ച് നമ്മൾ ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ അത് ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി മാറും. നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾ ദൈവത്തെ അറിഞ്ഞതുപോലെ ആയിരിക്കില്ല നമ്മൾ അറിയുന്നത്. എല്ലാവരും ഒരുപോലെ അറിയണമെന്നില്ല. അവരവർ അറിഞ്ഞതുപോലെ, അറിഞ്ഞതിന് തക്കവണ്ണം, ദൈവം കണ്ണു തുറന്നതിനൊത്തവണ്ണം, ദൈവം അനുവദിച്ചതിനൊത്തവണ്ണം, ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം, ആമേൻ, ഹല്ലേലൂയ, കർത്താവിനോട് പറ്റി വന്നാൽ, ആമേൻ, കർത്താവ് മാനിക്കും. വലിയ ദൈവപ്രവൃത്തികൾ, വലിയ ദൈവമഹത്വങ്ങൾ തൻ്റെ മക്കൾക്കായി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ വചനമനുസരിച്ച് ആ വചനത്തിനനുസൃതമായി ജീവിതത്തെ ക്രമീകരിക്കുക എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചാൽ ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവത്തിൽ നമുക്കും വരാം. ഹാനോക്ക് അങ്ങനെ ജീവിച്ചു. ദൈവം ഹാനോക്കിനെ ശരീരത്തോടുകൂടെ എടുത്തു. അനേകർ ശരീരത്തോടുകൂടെ എടുക്കപ്പെടുന്നില്ല. ഭൂരിഭാഗവും ശരീരത്തോടുകൂടെ എടുക്കപ്പെടുന്നില്ല. ശരീരത്തോടുകൂടെ എടുക്കപ്പെട്ട
3 പേരുടെ കാര്യങ്ങൾ മാത്രമേ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുള്ളൂ. ഓക്കെ, 2 പേർ, ഹാനോക്കും ഏലിയാവും. 3-മത് കർത്താവ് മരിച്ചിട്ട് ശരീരത്തോടുകൂടെ കയറിപ്പോയി, മരിച്ചുയർത്തുന്നിട്ടിട്ട് ശരീരത്തോടുകൂടെ കയറിപ്പോയി. അങ്ങനെ 3 പേരുടെ കാര്യങ്ങൾ മാത്രമേ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുള്ളൂ. ഒരുപക്ഷെ തിരുവെഴുത്തിൽ പറഞ്ഞിട്ടില്ലാത്ത എത്രയോ പേർ അങ്ങനെ കയറിപ്പോയിട്ടുണ്ടാകാം. എങ്കിലും നമുക്കും ആഗ്രഹിക്കാം, കർത്താവിനോട് ചേർന്ന് നടക്കുന്ന അനുഭവങ്ങളെ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുന്ന മക്കൾക്ക് സ്വർഗം അവർക്കായി തുറന്നിരിക്കും. ഹല്ലേലൂയ. നമ്മൾ തുറന്ന സ്വർഗത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് കർത്താവ് പറഞ്ഞ ഒരു വചനത്തിൽ നിന്നാണ്. യോഹന്നാൻ സുവിശേഷം 1-51 ഒരിക്കൽ കൂടെ വായിക്കാം. യോഹന്നാൻ സുവിശേഷം 1-51 സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നീ കാണും. ഹല്ലേലൂയ. സ്വർഗം തുറന്നാൽ, തുറന്ന സ്വർഗത്തിന്റെ അനുഭവം നമുക്കുണ്ടായാൽ പ്രാർത്ഥനകൾ വൈകില്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകില്ല, ആരാധിക്കുമ്പോൾ മഹത്വം ഇറങ്ങും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു വ്യക്തി എവിടെ പോയാലും ദൈവ മഹത്വം വെളിപ്പെടും. അങ്ങനെ ഒരു വ്യക്തി എനിക്കുമാകണമെന്ന് ആഗ്രഹം നമ്മിലുണ്ടാകട്ടെ. തിരുവചനം ഏറ്റെടുക്കും തോറും കർത്താവ് അങ്ങനെയുള്ള ലെവലുകളിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ചിലർ പോകുന്ന സ്ഥലത്തെല്ലാം ശാപമുണ്ടാകും, ചിലർ കൈവയ്ക്കുന്നതെല്ലാം നശിച്ചു പോകും, ചിലർ എന്തു ചെയ്താലും നന്നാവുകയില്ല, തൊടുന്നതിലെല്ലാത്തിലും നഷ്ടമുണ്ടാകും, തൊടുന്നതിലെല്ലാത്തിലും കഷ്ടവും ദാരിദ്ര്യവും ഉണ്ടാകും. ഇതൊരു ശാപമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുത്ത് കർത്താവിനോട് കൂടെ നടക്കുന്ന അനുഭവങ്ങളിൽ ദൈവജനം എഴുന്നേറ്റ് വന്നാൽ ഈ അവസ്ഥകൾക്ക് മാറ്റം വരും. എങ്കിൽ അവരെ കുറിച്ച് വചനം പറയുന്നു, അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. യഹോവ ദാവീദിനോട് കൂടെ ഇരുന്നു, അവൻ കൃതാർത്ഥനായി. യോസേഫിനോട് കൂടെ ഇരുന്നു, അവൻ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിൽ, പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങളില്ലാത്ത അനുഭവത്തിൽ, ദൈവം പ്രാർത്ഥന കേൾക്കുവാൻ തടസ്സമില്ലാത്ത അനുഭവത്തിൽ അനേക ദൈവമക്കൾ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മെ കരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും ദൈവത്തിനുമിടയിൽ ഒരു തിരശ്ശീലയുണ്ടായിരുന്നു, ഒരു മറയുണ്ടായിരുന്നു, ഒരു ശത്രുതയുണ്ടായിരുന്നു. ക്രൂശിൽ യേശു കർത്താവ് അതിനെ കീറിക്കളഞ്ഞു, അതിനെ, ആ നടുച്ചുവരനെ ഇടിച്ചു കളഞ്ഞു. ഇന്ന് നമുക്കും ദൈവത്തിനും തമ്മിൽ ഒരു മറയില്ല. എന്നാൽ തിരുവചനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുമ്പോൾ മാത്രമേ അതിന്റെ പ്രയോജനം നമുക്ക് സ്വന്തമാവുകയുള്ളൂ. ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. കൂടെ നടക്കുന്ന അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ ചിന്തകളിൽ അലയുവാനല്ല, ലോകമോഹങ്ങളിൽ വലയുവാനല്ല, കർത്താവിൽ സന്തോഷിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ഉല്ലസിക്കുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഹാനോക്കിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. യൂദയുടെ പുസ്തകത്തിൽ ഹാനോക്ക്, എബ്രായർക്ക് ലേഖനം 11-5 ഹാനോക്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് തന്നെയാണ് അവിടെയും പറയുന്നത്. എന്നാൽ വലിയ കാര്യങ്ങളൊന്നും ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. യൂദയുടെ പുസ്തകത്തിൽ ഹാനോക്ക് പ്രവചിച്ച ഒരു പ്രവചനത്തെ കുറിച്ച് പറയുന്നു. ഹാനോക്കിനെ കുറിച്ച് ഒരു ബുക്ക് തന്നെ ഉണ്ട്. അതൊരു അപ്പോക്രിഫൽ ലിറ്ററേച്ചറിൽ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ബൈബിളിൽ അത് ലഭ്യമല്ല. എന്നാൽ ഇത്ര ചുരുക്കമായുള്ള കാര്യങ്ങൾ മാത്രം ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ, ഹാനോക്ക് ശരീരത്തോടുകൂടെ എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മഹത്വകരമായ ദൈവ സാന്നിധ്യം നിറഞ്ഞൊരു ജീവിതമാണ് ഹാനോക്ക് നയിച്ചത് എന്നർത്ഥം. നമുക്ക് ലഭ്യമാവുന്ന ഒരൊറ്റ ഇൻഫർമേഷൻ ഇത്രയേ ഉള്ളൂ: ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടു. ഹല്ലേലൂയ. നമുക്കത് എടുക്കാമോ? ദൈവത്തോട് കൂടെ എനിക്ക് നടക്കണം, കർത്താവിനോട് എനിക്ക് ചേർന്നിരിക്കണം, കർത്താവിനോട് എനിക്ക് അടുത്തിരിക്കണം. അവനോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. വചനം പറയുന്നു, അവനോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. വിടുവിക്കുന്ന ഒരു ദൈവം,
ഉയർത്തുന്ന ഒരു ദൈവം നമുക്കായിട്ടുണ്ട്. കർത്താവിനോട് പറ്റിയിരുന്ന് കർത്താവിനെ സ്തുതിച്ചാൽ വിടുതലുണ്ട്, ഉയർച്ചയുണ്ട്, ജയമുണ്ട്, ആശീർവാദമുണ്ട്. ശാപമെല്ലാം മാറും, തടസ്സങ്ങളെല്ലാം മാറും, ബന്ധനങ്ങളെല്ലാം പൊട്ടും, അടിമത്തങ്ങളെല്ലാം മാറും. എവിടെയാണോ നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, താഴ്ത്തപ്പെട്ട് നുഖത്തിന്റെ കീഴെ ഇരിക്കുന്നത്, അവിടെയെല്ലാം ഒരു മാറ്റത്തെ, ഒരു ഉയർച്ചയെ, ഒരു ജയത്തെ, ഒരു ആശ്വാസത്തെ, ഒരു നന്മയെ കർത്താവ് തന്റെ ജനത്തിനായി കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാത്തിനും ഒരു ആവശ്യമേ ഉള്ളൂ. ഐ വാണ്ട് ടു വാക്ക് വിത്ത് ഗോഡ്. എനിക്ക് കർത്താവിനോട് കൂടെ നടക്കണം എന്നൊരാഗ്രഹം നമ്മിലുണ്ടാകട്ടെ. കർത്താവിനോട് കൂടെ നടക്കുന്ന ഒരു ആഗ്രഹം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാ ഭാവങ്ങൾക്കും ഒരു വ്യത്യാസം വരും. ചിന്തകൾക്ക് വ്യത്യാസം വരും, നോട്ടത്തിന് വ്യത്യാസം വരും, നമ്മുടെ പ്രവൃത്തികൾക്ക് വ്യത്യാസം വരും, നമ്മുടെ ശൈലികൾക്ക് വ്യത്യാസം വരും, നമ്മുടെ പെരുമാറ്റങ്ങൾക്ക് വ്യത്യാസം വരും. സാധാരണ ഒരു ലോക മനുഷ്യനിൽ നിന്നും ഒരു വ്യത്യാസമുള്ളവനായി ഒരു ദൈവപുത്രൻ എല്ലാറ്റിലും കാണപ്പെടും. ഹല്ലേലൂയ. നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല എന്ന് ലോകം പറയുന്ന നിലയിൽ ഒരു വ്യത്യാസത്തെ നമ്മുടെ സംസാരത്തിൽ, ഇടപെടലിൽ, പെരുമാറ്റത്തിൽ, നോട്ടത്തിൽ, പ്രവൃത്തിയിൽ, ശൈലികളിൽ കർത്താവ് തരും. ഹല്ലേലൂയ. നിങ്ങളൊരു സാധാരണ മനുഷ്യനായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊരു അസാധാരണ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് മാറാമോ? നമുക്ക് മാറാമോ? അടുത്തിരിക്കുന്നവരെ നമ്മൾ നോക്കണ്ട. അടുത്തിരിക്കുന്നവർ ഒരു പക്ഷേ ശ്രദ്ധയില്ലാതിരുന്നേക്കാം, ഉറങ്ങിയിരുന്നേക്കാം, അലക്ഷ്യമായിരുന്നേക്കാം. അങ്ങുമിങ്ങും നോക്കണ്ട. ഒരു പാട്ടിന്റെ വരികൾ ഇങ്ങനെയുണ്ട്: അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം പരിശീലനം വേണം. എന്തിനുള്ള പരിശീലനം? ദൈവസന്നിധിയിൽ ഭയഭക്തിയോടുകൂടി ഇരിക്കുവാനും, വചനം ശ്രദ്ധയോടുകൂടെ കേൾക്കാനും, കർത്താവിനെ ശ്രദ്ധയോടുകൂടെ ആരാധിക്കുവാനും, ശ്രദ്ധയോടെ കർത്താവിനെ സ്തുതിക്കുവാനുമുള്ള പരിശീലനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അധികം ഇനിയും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ചിലർ ആരാധന സമയത്ത് വളരെ അലക്ഷ്യമായി പുറത്തെല്ലാം പോയി നിന്ന് കറങ്ങി നിൽക്കുകയും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയും കൂട്ടം കൂടി നിന്ന് ആഹാരം കഴിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ, അവസ്ഥകൾ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ ഫോളോ ചെയ്യരുത്. ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ആൾറെഡി ഇവിടെ ആഹാരമുണ്ട്, എന്നിട്ടും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിച്ചില്ലെങ്കിൽ കുഴഞ്ഞു വീഴുമെന്നുള്ളവർ മാത്രം പോയി ഒറ്റയ്ക്ക് ഇന്ന് ഫുഡ് കഴിച്ചോളണം. ആ ഫുഡ് കഴിക്കാൻ അവിടെ ഒരു അരമണിക്കൂർ എടുത്ത്, 3/4 മണിക്കൂർ എടുത്ത് അത്രയും കറങ്ങി നിൽക്കുന്ന ഒരു അനുഭവത്തിൽ നിങ്ങൾ ഫുഡ് കഴിക്കാവുന്ന കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. ചില ആളുകൾ ഈ പാർക്കിലൊക്കെ പോയി ഇരിക്കുന്നത് പോലെയാണ് സഭയുടെ ചുറ്റും വന്നിരിക്കുന്നത്. സഭയുടെ ചുറ്റും വന്നിരുന്ന് വളരെയധികം വിശ്രമിക്കുന്നത്. സഭയുടെ ചുറ്റും കറങ്ങി നടന്ന് വിശ്രമിക്കുവാനോ സംസാരിച്ച് നാട്ടുകാര്യവും വീട്ടുകാര്യവും പറഞ്ഞ് നടക്കുവാനുള്ള സ്ഥലമായി സഭയുടെ പരിസരത്തെ കാണരുത്. സഭയുടെ പരിസരത്തിൽ വളരെ ബഹുമാനത്തോടുകൂടെ സ്തുതി സ്തോത്രങ്ങളോടുകൂടെ തന്നെ ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുതിർന്നവരിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങളും അത് കണ്ടു പഠിക്കും. മാതൃകയില്ലാത്ത മുതിർന്നവർ സഭകളിൽ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളും മാതൃകയില്ലാത്തവരായി പോകും. ഒരു ചത്ത ഈച്ച തൈലത്തെ മുഴുവനും ഉപയോഗശൂന്യമാക്കി മാറ്റുന്നത് പോലെ ഒരവിശ്വാസി, ഒരലക്ഷ്യമായി നടക്കുന്നവൻ, ഒരു നിസ്സാരമായി നടക്കുന്നവൻ ദൈവത്തിൻ്റെ സഭയെ അവൻ അശുദ്ധമാക്കും. അതിന് നിങ്ങൾ ആരും കാരണമാകരുത്. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ ശാപം വരും. ചിലർ ദൈവസന്നിധിയിൽ വന്ന് അനുഗ്രഹിക്കപ്പെടും. എങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെടും? വളരെ ഭവ്യതയോടെ, ദൈവഭയത്തോടുകൂടെ, ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലത്ത് വളരെ ഭയഭക്തിയോടുകൂടെ
സമർപ്പണത്തോടെ സ്തുതിയോടെ വരുന്നവർ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ചിലർ ശപിക്കപ്പെടും. അലക്ഷ്യമായി, നിസ്സാരത്വത്തോടുകൂടെ, തന്നിഷ്ടത്തോടുകൂടെ, അഹങ്കാരത്തോടുകൂടെ, ഉന്നത ഭാവത്തോടുകൂടെ ദൈവസാന്നിധ്യം വ്യാപിക്കുന്ന സ്ഥലത്തിൽ വരുന്നവർ ശപിക്കപ്പെടും. ഇന്ന് അനേക പാസ്റ്റർമാർ അനുഗ്രഹത്തെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. എന്നാൽ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ മാത്രമല്ല, ശപിക്കപ്പെടുവാനുള്ള ഓപ്ഷൻസും ഉണ്ട് എന്ന് മറന്നു പോകരുത്. കർത്താവ് സ്നേഹം തന്നെ എന്ന് പറയുമ്പോഴും വചനം പറയുന്നുണ്ട്, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടെയാണ്. ഹല്ലേലൂയ. പത്രോസിന്റെ അടുക്കൽ വന്ന അനേകർ സൗഖ്യം പ്രാപിച്ചു. കുരുടർ കണ്ടു, മുടന്തർ നടന്നു, ചെകിടർ കേട്ടു, മരിച്ചവർ പോലും ഉയർത്തെഴുന്നേറ്റു. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടക്കുമ്പോഴും കള്ളം പറഞ്ഞുകൊണ്ട് നിസ്സാരത്വത്തോടെ വന്ന അനനിയാസും സഫീറയും വന്നത് ജീവനോടെ, പോയത് ഡെഡ് ബോഡി ആയിട്ടാണ്, മരിച്ചുപോയി. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവസഭയിൽ സംഭവിക്കും. ഇതൊരു ദുഃഖ സത്യമാണ്, പക്ഷേ അതൊരു സത്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഭയഭക്തിയോടുകൂടി ഇരിക്കുവാനുള്ള ഒരു ചിന്തയും ഒരുക്കവും നമ്മിൽ ആദ്യം നമുക്ക് അഭ്യസിച്ചെടുക്കാം. എത്ര പറഞ്ഞാലും ശ്രദ്ധിക്കാതെ അലക്ഷ്യമായി നടക്കുന്ന ഒരു കാര്യം ദൈവസഭയിൽ ഉണ്ടാകുവാൻ പാടില്ല. നിങ്ങളുടെ കുട്ടികൾ ഈ ആരാധനയ്ക്ക് പ്രോപ്പറായി ഇരിക്കാതെ എഴുന്നേറ്റ് അലഞ്ഞു തിരിഞ്ഞ് ഓടി നടക്കുകയാണെങ്കിൽ, അത് ശ്രദ്ധിക്കാതിരിക്കുന്ന മാതാപിതാവാണെങ്കിൽ നീ ഒരു മാതാപിതാവിന്റെ ക്വാളിറ്റിയിൽ നീ വന്നിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. നിന്റെ കുഞ്ഞ് അലക്ഷ്യമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ അവനെ ശ്രദ്ധിച്ച് ഐഡന്റിഫൈ ചെയ്ത് ആ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ ഇരുത്തുവാനുള്ള പ്രോത്സാഹനം കൊടുക്കുവാൻ മാതാവിനും പിതാവിനും ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഞാൻ മെസ്സേജിലേക്ക് വരാം. ചില കറക്ഷൻസ് നടത്തിയിട്ട് ഞാൻ മെസ്സേജിലേക്ക് വരാം. ചിലർക്ക് മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ കൺട്രോൾ ചെയ്യാനാണ് താല്പര്യം കൂടുതൽ. സ്വന്തം കുഞ്ഞുങ്ങളെ കൺട്രോൾ ചെയ്യുക. അടുത്തിരിക്കുന്നവർ പാരൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പാരൻസിന്റെ കൈ പിടിച്ച് പറഞ്ഞോ. അടുത്തിരിക്കുന്നവർ പാരൻസ് ആണെങ്കിൽ പാരൻസ് കൈ പിടിച്ച് പറഞ്ഞോ, സ്വന്തം കുഞ്ഞിനെ നോക്കണം. പാരൻസിന്റെ കൈ പിടിച്ച് പറഞ്ഞു. പാരൻസ് അല്ലേ? ആ, സ്വന്തം കുഞ്ഞിനെ നോക്കണം, അടുത്ത കുഞ്ഞിനെ നോക്കണ്ട. ശരി, ഓക്കെ. അല്ല, ചില ആളുകൾ, എനിക്ക് കിട്ടുന്ന കംപ്ലൈന്റുകൾ ഇങ്ങനെയാണ്: സ്വന്തം കുഞ്ഞ് വളരെയധികം വഴിതെറ്റി നടക്കുമ്പോഴും അടുത്ത കുട്ടികളെ പോയി വളരെ ഹാർഷായിട്ട്, റഫായിട്ട്, ഒരു സ്നേഹവും ഒരു കരുണയും ദയയും ഇല്ലാതെ അവരോട് പെരുമാറുന്ന പെരുമാറ്റങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അത് ദൈവസഭയ്ക്ക് ഉചിതമല്ല. നിങ്ങൾ വളരെ ആരാധിക്കുന്നു, ദൈവഭയവും ദൈവസ്നേഹവും പല കാര്യങ്ങളിലും വെളിപ്പെടുന്നുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന ഏരിയകളിലും ദൈവഭയവും ദൈവസ്നേഹവും വെളിപ്പെട്ട് വരണം. ഹല്ലേലൂയ. കുറവുകൾ, കുറ്റങ്ങളില്ലാത്ത മനുഷ്യരാരുമില്ല, ഓക്കെ. പക്ഷേ ശ്രദ്ധയിൽപ്പെടുന്ന കുറവുകളെ നമ്മൾ തിരുത്തി കർത്താവിന്റെ ഹൃദയത്തിന് വേദന ഉണ്ടാകാതെ വണ്ണം നമ്മൾ അത് ക്രമീകരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രോപ്പറായി സ്തുതിക്കുന്നില്ല എങ്കിൽ, ആരാധിക്കുന്നില്ല എങ്കിൽ, ദൈവസന്നിധിയിൽ പ്രോപ്പറായി ഇരിക്കുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ചൊരു ഒരു 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 ചിന്ത, അതിനെക്കുറിച്ചൊരു വ്യഗ്രത മനസ്സിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കാലങ്ങളായി ആ കുഞ്ഞ് അങ്ങനെ തന്നെ ഇരിക്കുന്നാൽ ശരിയാകില്ല. ആ കുഞ്ഞ് മാറി വരണം. കർത്താവ് ക്രൂശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ യെരൂശലേം പുത്രിമാരെ നോക്കി വിളിച്ചു പറയുകയാണ്: യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ എന്ന് പറയുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവഭയത്തിലും ദൈവഭക്തിയിലും വന്നിട്ടില്ലേ? ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവസിക്ക്, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ഇന്ന് ചില വിശ്വാസികൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഉപവസിക്കുമെന്ന് അറിയാമോ? കല്യാണം നടക്കുന്നില്ല മകന്, മകൾക്ക്, ഉപവസിക്കുന്നു. അഡ്മിഷൻ കിട്ടുന്നില്ല, ഉപവസിക്കുന്നു. IC യൂണിറ്റിലാണ്, ഉപവസിക്കുന്നു. മാറാ രോഗം പിടിവിട്ടു, ഉപവസിക്കുന്നു. കുഞ്ഞുങ്ങളില്ല, ഉപവസിക്കുന്നു. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴാണ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുള്ളത്. എന്നാൽ ഞാൻ പറയട്ടെ, അപ്പോൾ മാത്രമല്ല ഉപവസിക്കേണ്ടത്. കുഞ്ഞിലെ നാളിലെ അവൻ ദൈവഭക്തിയിൽ വന്നില്ല എങ്കിൽ, ദൈവസ്നേഹത്തിൽ വന്നില്ല എങ്കിൽ, അവൻ പ്രോപ്പറായി ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തില്ല എങ്കിൽ, ആ വിഷയങ്ങളെ കുട്ടിക്കാലം മുതലേ ദൈവസന്നിധിയിൽ കൊടുത്ത് അവനായി പ്രാർത്ഥിക്കുകയും അവന് വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളിൽ വലിയ രൂപാന്തരങ്ങൾ, വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടാകും. കുഞ്ഞുങ്ങളെ വെറുതെ ശാസിച്ചാൽ മാത്രം പോരാ. കുഞ്ഞുങ്ങളെ വെറുതെ
ആരെങ്കിലും ഇങ്ങനെ കുറ്റമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രം ഒരു ബഹളം ഉണ്ടാക്കിയാൽ മാത്രം പോരാ. സിസ്റ്റമാറ്റിക് ആയിട്ട്, പ്രോപ്പറായിട്ട് അവന് കൊടുക്കേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായും അവൻ മാറി വരും. ദൈവത്തിന്റെ തിരുവെഴുത്ത് അത് തന്നെയാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ ദൈവം തൻ്റെ മാതാപിതാക്കളുടെ കൈകളിൽ കൊടുത്തിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളുടെ ഇവാഞ്ചലിസ്റ്റ് ആണ് ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ്. ഒരു മാതാവും പിതാവും ആരുടെ ഇവാഞ്ചലിസ്റ്റ് ആണ്? അവരുടെ മക്കളുടെ ഇവാഞ്ചലിസ്റ്റ് ആണ്. ആ കുഞ്ഞിനെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, ആ കുഞ്ഞിനെ ഭക്തിയിലേക്ക് നയിക്കുവാൻ, ആ കുഞ്ഞിനെ ദൈവഭയത്തിലേക്ക് നയിക്കുവാൻ, ആ കുഞ്ഞിനെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നടത്തുവാനുള്ള ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ് ഓരോ മാതാവും ഓരോ പിതാവും. മാതാവേ, പിതാവേ, നീ കുഞ്ഞിനെ ദൈവഭക്തിയിലും ദൈവസ്നേഹത്തിലും ദൈവ കൃപയിലും വളർത്തുവാൻ നിന്റെ മനസ്സ് ജാഗരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ മനസ്സ് അങ്ങനെ ജാഗരിക്കട്ടെ. തലമുറകൾ വഴിതെറ്റി ലോകത്തിൽ വീണു പോകുവാൻ പാടില്ല. ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട് അവർ നശിച്ചു പോകുവാൻ പാടില്ല. അവർ ദൈവത്തിന്റെ വഴിയിൽ നിന്നും ലോകത്തിന്റെ വഴിയിലേക്ക് പോകുന്നതിന് മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. വിശ്വാസികളായ മാതാപിതാക്കളെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസികളായ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണം. ഇന്ന് നിങ്ങൾ ചുരുക്കം പേരാണെങ്കിൽ പോലും വിശ്വസിപ്പിൻ, എൻ്റെ കുഞ്ഞ് വഴിതെറ്റി പോകുവാൻ പാടില്ല, ആഗ്രഹിപ്പിൻ. അത് ദൈവസന്നിധിയിൽ കൊടുത്ത് പ്രാർത്ഥിക്കുവൻ. ഹല്ലേലൂയ. ആൾറെഡി ഞാനിവിടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്, ചില മക്കൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് സമയങ്ങളായിട്ടും ഇവിടെ അകത്ത് തിരിച്ചു വന്നിട്ടില്ല. അവർ റോഡിൽ ഇറങ്ങിപ്പോയോ എവിടെ പോയി എന്നുള്ള കാര്യം അറിയില്ല. മാതാപിതാക്കൾ ആ കാര്യങ്ങൾ ശ്രദ്ധയിലെടുക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതിനകത്തില്ലാതെ പുറത്തു പോയിരിക്കുകയാണെങ്കിൽ ഉറങ്ങുന്നവർ ഉറങ്ങിക്കോട്ടെ, അവരെ ശല്യപ്പെടുത്തണ്ട. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതിനകത്തില്ലാതെ പുറത്തു പോകുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണം. ഓക്കെ, റിയലി നമ്മൾ വളരെ വിലയേറപ്പെട്ട ഒരു സന്ദേശത്തിലേക്ക് പോകാനുണ്ട്. അതിനു മുന്നേ ഒന്ന് ക്രമീകരിക്കുകയാണ്. കുഞ്ഞുങ്ങളോട് വളരെ വളരെ ഞാൻ പറഞ്ഞ വളരെ ഹാർഷായി അവരോട് പെരുമാറുവാനല്ല. ഒരു പ്രശ്നം എടുത്തു കാണിക്കുമ്പോൾ അപ്പോൾ പോയി വളരെ ഹാർഷായി പെരുമാറി അവരുടെ ദേഷ്യപ്പെട്ട് അടി കൊടുക്കുവാനല്ല പറയുന്നേ. സ്നേഹത്തോടൊരു മാതൃക കാണിച്ചു കൊടുക്കുക. അവരെ പ്രോത്സാഹിപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് ദൈവകൃപയിലേക്ക് കൊണ്ടുപോവാ. ഈ കുഞ്ഞുങ്ങൾ ഒരു 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 ടോയ്ലറ്റിന് പോയാൽ അത് കൃത്യസമയത്ത് വരാതെ വളരെ ടൈം എടുക്കുന്നുവെങ്കിൽ അവിടെ എന്തോ തകരാറുണ്ട്. വളരെ നിസ്സാരമായി കറങ്ങി നടക്കുകയാണെങ്കിൽ എന്തോ തകരാറുണ്ട്. അത് മാതാപിതാക്കൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ ആ മാതാപിതാക്കൾക്കും തകരാറുണ്ട്. കുഞ്ഞുങ്ങൾക്കല്ല തകരാറ് മാതാപിതാക്കൾക്കാണ്. അസാമാന്യമായ ടൈമിംഗ് എടുക്കുന്നു പല കാര്യങ്ങൾക്കും. അത് മാതാപിതാക്കളുടെ തകരാറാണ്. കാരണം നിങ്ങൾക്ക് ലെവലില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും ലെവൽ വരില്ല. ആദ്യം നിങ്ങൾക്ക് ലെവൽ വരട്ടെ. നിങ്ങളുടെ മക്കൾ ദൈവസന്നിധിയിൽ എങ്ങനെ ഇരിക്കണമെന്നും ഏത് ലെവലിൽ അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നും ആദ്യം മാതാപിതാക്കൾക്ക് ഒരു ബോധ്യം വരട്ടെ, നല്ലൊരു ചിന്ത വരട്ടെ. ദൈവാലയത്തെ, കൂട്ടായ്മകളെ അലക്ഷ്യമാക്കരുത്. നമ്മുടെ തലമുറകളും അത് അലക്ഷ്യമാക്കരുത്. ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും നമ്മുടെ തലമുറകൾ കൂട്ടായ്മകളിൽ പങ്കെടുക്കണം. ആമേൻ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അതിനെ പറയുന്നു, അങ്ങനെ അഭ്യസിപ്പിച്ചാൽ വൃദ്ധനായാലും അവൻ അത് വിട്ട് മാറുകയില്ല. ഹല്ലേലൂയ. ഇന്ന് വാർദ്ധക്യത്തിലുള്ളവർ ദൈവസഭയിൽ ഇരിക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്, വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ ചില ട്രെയിനിങ്ങുകൾ കിട്ടിയതുകൊണ്ട് ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവഭയത്തോടുകൂടി ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്നത്തെ തലമുറ, വളർന്നു വരുന്ന തലമുറ, അവരുടെ വാർദ്ധക്യത്തിൽ അവരും ദൈവാലയത്തിൽ കാണണം. അവരും ദൈവാലയത്തിൽ സ്തുതിക്കുന്നവരുടെ കൂട്ടത്തിൽ, ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ, വചനം ധ്യാനിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരും ഉണ്ടാകണം. ഹല്ലേലൂയ. തലമുറകളെ കുറിച്ച് ഒരു വിചാരമുണ്ടാകണം. തലമുറകളെ കുറിച്ച് ഒരു ചിന്തയുണ്ടാകണം. അവരെ കർത്താവിന്റെ ഭക്തിയിൽ വളർത്തുവാൻ നമുക്ക് കഴിയണം. ഓക്കെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, അടുത്തുള്ളവർ എങ്ങനെ ഇരുന്നാലും ഇപ്പോൾ തൽക്കാലം ശ്രദ്ധിക്കേണ്ട. പക്ഷേ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കുക. പകരം നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നവർ ചിലപ്പോൾ അലക്ഷ്യമായിരുന്നേക്കാം.
പക്ഷെ നിങ്ങൾ അതൊന്നും നോക്കണ്ട. എനിക്ക് കർത്താവിനെ ആരാധിക്കണം, എനിക്ക് കർത്താവിനെ സ്തുതിക്കണം, ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തും, എനിക്ക് ആ വചനങ്ങൾ ഏറ്റെടുക്കണം, ആ വചനത്തിൽ പറയുന്ന അതിൻ്റെ പൊരുൾ എനിക്ക് തിരിയണം, അതിലെ നന്മ ഞാൻ സ്വന്തമാക്കണം എന്ന ചിന്തയോടെ ദാഹത്തോടുകൂടെ കർത്താവിൻ്റെ പാദത്തിലിരിക്കാമോ, ജീവിതത്തിൽ വലിയ മാറ്റത്തെ കർത്താവ് തരും. ഹല്ലേലൂയ. ഓക്കെ, തുടർന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ഏലിയാവിനെ കുറിച്ചാണ്. ഏലിയാവ് എന്ന മനുഷ്യൻ വളരെ മഹത്വത്തോടെ ഈ ഭൂമിയിൽ വെളിപ്പെട്ടൊരു മനുഷ്യനാണ്. ഏലിയാവിന്റെ അനുഭവം എന്താണ്? ദൈവപുത്രനായി സൃഷ്ടിക്കപ്പെട്ടൊരു മനുഷ്യനല്ല. താൻ ജനിച്ചപ്പോൾ തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിൽ ജനിച്ചവനല്ല. അവന്റെ ജനനവും പാപത്തിന്റെ കീഴിലാണ്. വചനം ഏലിയാവിനെ കുറിച്ച് പറയുന്നു, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് ഏലിയാവ്. ഹല്ലേലൂയ. പാപത്തിൻ കീഴെ, ശാപത്തിൽ, അടിമനുഖത്തിൽ, ബന്ധനത്തിൽ ശപിക്കപ്പെട്ട മനുഷ്യരുടെ പരമ്പരയിൽ ജനിച്ച ഒരു മനുഷ്യനാണ് ഏലിയാവ്. എങ്കിലും ഏലിയാവിന്റെ ജീവിതയാത്രയിൽ തന്റെ ലക്ഷ്യങ്ങൾ കൊണ്ടും തന്റെ സ്വഭാവം കൊണ്ടും തനിക്ക് ദൈവത്തോട് നല്ലൊരു അടുപ്പത്തിൽ വരുവാൻ ഏലിയാവിന് കഴിഞ്ഞു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഏലിയാവ് ആത്മീകമായി ഉയരങ്ങളിലേക്ക് കയറുകയാണ്. എന്നാൽ തിരുവഴുത്തിൽ നമ്മൾ ഏലിയാവിനെ കാണുമ്പോൾ വളരെ ഉന്നത അധികാരത്തിൽ എത്തപ്പെട്ട ഒരു ഏലിയാവിനെ കുറിച്ചാണ് തിരുവഴുത്ത് നമ്മെ പരിചയപ്പെടുത്തുന്നത്. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ ഏലിയാവിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, യഹോവയുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ എന്ന് പറഞ്ഞ് ഏലിയാവ് പറയുകയാണ്, ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഴയോ മഞ്ഞോ പെയ്യുകയില്ല. രാജ്യം വഴിവിട്ട് പോയപ്പോൾ, രാജ്യം ഭരണം ദൈവവഴിയിൽ നിന്നും മാറിപ്പോയപ്പോൾ, ദേശം ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചിന്തയുണ്ടായിട്ട്, അതിനെക്കുറിച്ചൊരു വിചാരമുണ്ടായിട്ട് ഏലിയാവ് ആ ദേശത്തോട് വിളിച്ചു പറയുകയാണ്, ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഴയോ മഞ്ഞോ പെയ്യുകയില്ല എന്ന്. ഹല്ലേലൂയ. ഏലിയാവ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? സത്യദൈവത്തെ വിട്ട്, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ബഹുമാനത്തെ കൊടുക്കാതെ ജാതികളുടെ ദേവന്മാർക്ക്, വിഗ്രഹ ശക്തികൾക്ക് നേർച്ചകൾ, കാഴ്ചകൾ കൊടുത്തപ്പോൾ തൻ്റെ ഉള്ളിൽ തീ കത്തി. ആരാണ് ഇങ്ങനെ ചെയ്യുന്നത്? അബ്രഹാമിന്റെ തലമുറയിൽപ്പെട്ട, ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ച, മോശ മുഖാന്തരം ന്യായപ്രമാണം ലഭിച്ച, ദൈവത്താൽ അത്ഭുതകരമായി നടത്തപ്പെട്ട ഒരു ജനതയാണ് ഈ രീതിയിൽ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഇങ്ങനെ വഴിതെറ്റിപ്പോയാൽ ശരിയാകില്ല. ഇവർ ദൈവത്തിന്റെ വഴിയിൽ തന്നെ നടക്കണം, ഇവർ ദൈവത്തെ ആരാധിക്കണം, ഇവർ ദൈവത്തിന് മഹത്വത്തെ കൊടുക്കണം എന്ന് തൻ്റെ ഉള്ളിൽ ഒരു തീ കത്തിയത് കൊണ്ടാണ് തൻ്റെ ആത്മീക അധികാരത്തിൽ നിന്നും താൻ ഇങ്ങനെ ഒരു കാര്യത്തെ വിളിച്ചു പറയുന്നു, ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഴയോ മഞ്ഞോ പെയ്യുകയില്ല എന്ന്. ദേശത്തെക്കുറിച്ച് ഒരു എരിവുള്ള മനുഷ്യനാണ് ഏലിയാവ്. ദേശം ദൈവത്തെ ആരാധിക്കാതെ ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോകുമ്പോൾ, ദേശം ദൈവഭക്തിയിൽ നിന്നും മാറിപ്പോകുമ്പോൾ, തലമുറകൾ ദൈവത്തെ വിട്ട് മാറിപ്പോകുമ്പോൾ ഉള്ളിലൊരു തീ കത്തണം. എന്തു തീ കത്തണം? ഇവർ ഇങ്ങനെ നശിച്ചു പോകേണ്ടവരല്ല. ഇവർ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടവരാണ്. ഇവർ ഇങ്ങനെ അടിമത്വത്തിൽ നശിച്ചു പോകേണ്ടവരല്ല. ഇവർ കർത്താവിനെ സ്തുതിക്കേണ്ടവരാണ്. ഇവർ സത്യത്തിന്റെ വഴിയിൽ വരേണ്ടവരാണ് എന്നൊരു തീ നമ്മുടെ ഉള്ളിൽ കത്തിയാൽ, ഏലിയാവിന് തുറന്ന സ്വർഗത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിലും തുറന്ന സ്വർഗത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകും. ഹാനോക്ക് വിശ്വസ്തയോടുകൂടെ ദൈവത്തോട് കൂടെ നടന്നു എന്ന് മാത്രമേ ഹാനോക്കിനെ കുറിച്ച് നമുക്കറിയാവൂ. തന്റെ വിശ്വസ്തത തന്റെ ശരീരത്തെ പോലും മണ്ണോട് മണ്ണ് ചേരാതെ വണ്ണം സ്വർഗത്തിൽ രൂപാന്തരത്തോടെ എടുക്കപ്പെടുവാണ്ടക്കവണ്ണം ദൈവം പ്രസാദിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, പല സാഹചര്യങ്ങളിലാണ് പലരുടെയും ജീവിതത്തിൽ തുറന്ന സ്വർഗത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. യാക്കോബിന്റെ ഉടമ്പടിയിൽ യാക്കോബ് നിന്നു, തുറന്ന സ്വർഗത്തിന്റെ അനുഭവം തുടർന്നു. മോശ തന്റെ സ്വഭാവത്താലും തന്റെ അനുസരണയാലും ദൈവത്തോട് ചേർന്ന് നിന്നു, തുറന്ന സ്വർഗത്തിന്റെ അനുഭവം തുടർന്നു. ഹാനോക്ക് വിശ്വസ്തയോടെ ദൈവത്തോട് കൂടെ നടന്നു, തുറന്ന സ്വർഗത്തിന്റെ അനുഭവം തുടർന്നു. അതിന്റെ പാരമ്യത്തിൽ തന്റെ ശരീരത്തെ പോലും വിട്ടുകൊടുക്കാതെ വേണം ദൈവം രൂപാന്തരപ്പെടുത്തി എടുത്തുകൊണ്ടു.
ഹല്ലേലൂയ. ഇപ്പോൾ ഏലിയാവ് എന്ന മനുഷ്യനെ കുറിച്ച്, ഏലിയാവ് അധികാരത്തോടുകൂടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ദേശത്തെക്കുറിച്ച് എരിവുള്ള ഒരു മനുഷ്യൻ. ഇന്ന് നമുക്കും ദേശത്തെക്കുറിച്ച് ഒരു എരിവുണ്ടാകട്ടെ. ആരെങ്ങനെ പോയാലും എനിക്കെന്ത് എന്നല്ല. ഞാൻ ഈ സഭയെക്കുറിച്ച് പറഞ്ഞത്, സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ ശ്രദ്ധയോടെ നിന്ന് ആരാധിക്കണമെന്നുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞത്. എന്നാൽ നമ്മുടെ കുടുംബം, നമ്മുടെ ചുറ്റുപാട്, അയൽപക്കം, നമ്മുടെ ദേശം, നമ്മുടെ രാജ്യം ദൈവത്തെ വിട്ട് വഴിതെറ്റി പോകുമ്പോൾ അതിനെക്കുറിച്ച് ഒരു തീ നമ്മുടെ ഉള്ളിൽ കത്തണം. ഇല്ല, ഇങ്ങനെ പോകേണ്ടതല്ല, ഇവർ ദൈവഭയത്തിൽ വരേണ്ടതാണ്, ദൈവസ്നേഹത്തിൽ വരേണ്ടതാണ്, എല്ലാ മുട്ടും കർത്താവിന്റെ മുന്നിൽ മടങ്ങണം, എല്ലാ നാവും കർത്താവിനെ പാടി സ്തുതിക്കണം എന്നൊരു ആഗ്രഹം, എന്നൊരു ദാഹം നമ്മുടെ ഉള്ളിൽ വരേണ്ടതാണ്. ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ജനതയെക്കുറിച്ച് ഒരു ഭാരമുള്ളിൽ വേണം. അയ്യോ, അവരും കർത്താവിനെ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു, അവരും കർത്താവിന്റെ സ്നേഹത്തിൽ വന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അവരും ദൈവത്തെ സ്തുതിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, അവരും ഈ സത്യത്തെ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു, അവരും ഈ മഹത്വത്തെ കണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു ദാഹമുള്ളിൽ വന്നാൽ തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരുവാനായി കഴിയും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ വഴികൾ നടക്കുന്നു, ദൈവം എനിക്കെല്ലാം തരുന്നു എന്നതിൽ മാത്രം ഒതുങ്ങരുത്. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച്, നമ്മുടെ തലമുറയെക്കുറിച്ച്, നമ്മുടെ ദേശത്തെക്കുറിച്ച്, നമ്മുടെ നാടിനെ കുറിച്ച് ഒരു ഭാരം ദൈവസന്നിധിയിൽ ഉള്ളിലുണ്ടാകട്ടെ. കർത്താവേ, എൻ്റെ നാട് രക്ഷയിലേക്ക് വരണം, എൻ്റെ രാജ്യം രക്ഷയിലേക്ക് വരണം, എൻ്റെ രാജ്യം കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അനുഭവങ്ങളിലേക്ക് എഴുന്നേറ്റ് വരണം എന്നൊരു ആഗ്രഹം നമ്മിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വഴിയിൽ നടക്കുന്ന തൻ്റെ ജനത്തെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവിനോട് പറ്റിയിരിക്കുന്ന തൻ്റെ മക്കളെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമുക്ക് പറ്റിയിരിക്കാം, എന്നാൽ ദേശത്തെക്കുറിച്ച് ഒരു ഭാരമുണ്ടാകട്ടെ. ദേശം ഇന്ന് പോകുന്ന പോക്കിൽ പോകുവാൻ പാടില്ല. അടുത്തിരിക്കും കൈപിടിച്ച് പറഞ്ഞേ, എൻ്റെ രാജ്യം, എൻ്റെ ദേശം, എൻ്റെ കുടുംബം കർത്താവിന് സ്വന്തമാകണം. ഹല്ലേലൂയ. ഇത് വായി കൊണ്ട് മാത്രം പറഞ്ഞു തീർക്കാൻ പാടില്ല. നമ്മുടെ ഹൃദയം അങ്ങനെ തന്നെ ആകട്ടെ. ആമേൻ. ദേശം യേശുവിനെ കാണണം, രാജ്യം യേശുവിനെ കാണണം, ദേശം യേശുവിന്റെ മഹത്വത്തെ കാണണം, രാജ്യം ദൈവത്തിന്റെ മഹത്വത്തെ കാണണം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം പെരുകട്ടെ, കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവജനം എഴുന്നേൽക്കട്ടെ, ദൈവത്തിന്റെ മഹത്വം ദേശത്തിൽ വെളിപ്പെടട്ടെ. ഈ ഭാരമുള്ളിൽ ഉണ്ടാകട്ടെ. ഈ ഭാരമുള്ളിൽ ഉണ്ടാകുന്നവർക്കാണ് ഉയർന്ന അധികാരങ്ങൾ, ആത്മീക അധികാരങ്ങൾ ആവശ്യമുള്ളത്. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവർക്ക് ഉയർന്ന ആത്മീക അനുഭവങ്ങൾ ആവശ്യമില്ല. അവർ ജീവിച്ച് മരിച്ചങ്ങ് പോയേക്കും, സ്വർഗത്തിലെത്തിയേക്കും. പക്ഷേ അവരെ കൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിനൊരു പ്രയോജനവും ഉണ്ടാകില്ല. നമുക്ക് ആഗ്രഹിക്കാം, എന്നെ കൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിന് ഒരു പ്രയോജനം ഉണ്ടാകണം. കർത്താവിന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുവാൻ നമ്മുടെ നാവ് തുറക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം തന്നെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതായി നമ്മൾ മാറ്റണം. ഹല്ലേലൂയ. യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം നമുക്ക് വേണം. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം നമുക്ക് വേണം. ഹല്ലേലൂയ. അടുത്തേക്ക് എഴുതിച്ച് പറഞ്ഞേ, യേശു നമ്മിൽ വെളിപ്പെടണം, ക്രിസ്തു എന്നിൽ വെളിപ്പെടണം. ആമേൻ. എങ്ങനെ വെളിപ്പെടും? എങ്ങനെ വെളിപ്പെടും? ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ കടിച്ചു കീറുന്ന ചെന്നായെ പോലെ സംസാരിക്കുന്നവർ ക്രിസ്തുവിനെ അല്ല വെളിപ്പെടുത്തുന്നത്, പാമ്പിനെയാണ് വെളിപ്പെടുത്തുന്നത്. പഴയ പാമ്പായ സാത്താനെയാണ് വെളിപ്പെടുത്തുന്നത്. ആരാധിച്ചിട്ടും പാമ്പിനെ വെളിപ്പെടുത്തുന്ന ആളുകളുണ്ട് വിശ്വാസികളിൽ. ആരാധനയ്ക്ക് കുറവുണ്ടാകില്ല, കർത്താവിന്റെ നാമത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നതിനും കുറവുണ്ടാകില്ല. പക്ഷെ സ്വഭാവം കൊണ്ട് ക്രിസ്തുവിനെ അല്ല വെളിപ്പെടുത്തുന്നത്, സ്വഭാവവും സംസാരവും കൊണ്ട് പാമ്പിനെയാണ് വെളിപ്പെടുത്തുന്നത്. നീ പാമ്പിനെയാണോ വെളിപ്പെടുത്തുന്നത്? ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നുണ്ടോ? ക്രിസ്തുവിനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ഭാവം നമ്മിൽ നിന്നും വെളിപ്പെട്ടു വരട്ടെ. സംസാരത്തിൽ യേശു വെളിപ്പെടട്ടെ, നോട്ടത്തിൽ യേശു വെളിപ്പെടട്ടെ, പ്രവൃത്തിയിൽ യേശു വെളിപ്പെടട്ടെ, ഇടപെടലുകളിൽ യേശു വെളിപ്പെടട്ടെ. നമ്മുടെ എല്ലാ കാര്യത്തിലും യേശുവിന്റെ സ്വഭാവം വെളിപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ.
ഭയങ്കര കോപമുള്ളൊരു സ്വഭാവം. കോപം കൊണ്ട് വിറയ്ക്കും, കോപം കൊണ്ട് കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്തെറിയും. ഇവർ ആരെയാണ് വെളിപ്പെടുത്തുന്നത്? ആരെയാ വെളിപ്പെടുത്തുന്നേ? പറഞ്ഞേ, ക്രിസ്തുവിനെയാണോ? പിന്നെ ഒരു മടിയില്ലാതെ പറഞ്ഞു, പാമ്പിനെയാ വെളിപ്പെടുത്തുന്നേ. ആരാധിക്കുന്ന ദൈവമക്കൾ പോലും കൺട്രോൾ ഇല്ലാത്ത കോപം, കൺട്രോൾ ഇല്ലാത്ത ദേഷ്യം, കൺട്രോൾ ഇല്ലാത്ത പക, കൺട്രോൾ ഇല്ലാത്ത പിണക്കം, ഇങ്ങനെ സ്വഭാവത്തിൽ വെളിപ്പെടുത്തുമ്പോൾ അത് യേശുവിന്റെ സ്വഭാവമേ അല്ല. ആരാധിക്കുന്ന മക്കളെ കുറിച്ച് ദൈവത്തിന് ചില പ്രതീക്ഷകളുണ്ട്, അതുപോലെ ലോകത്തിനും ചില പ്രതീക്ഷകളുണ്ട്. എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, ഇവർ ആരാധിക്കുന്നുവെങ്കിലും ഇവർ സംസാരിക്കുമ്പോൾ ചീത്ത വാക്കുകൾ പറയുന്നു. ആരാധിക്കുന്നു, ചീത്ത വാക്കുകൾ പറയുന്നു. അതുകൊണ്ട് തന്നെ അവരെ കണ്ട് പലരും ആരാധന പോലും വെറുക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്ന കാര്യങ്ങളെ പോലും വെറുക്കുന്നു. ഇവർ ആരെയാ ധരിച്ചിരിക്കുന്നേ? ആരെയാ ധരിച്ചിരിക്കുന്നേ? പാമ്പിനെയാണ് ധരിച്ചിരിക്കുന്നത്. വചനത്തിൽ അത് പറയുന്നില്ലെന്നേ ഉള്ളൂ, ഞാനത് വ്യക്തമാക്കുന്നേ ഉള്ളൂ. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവർ ക്രിസ്തുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. ആലയത്തിൽ വരുമ്പോൾ മാത്രം ഭക്തിയുടെ വേഷവും സംസാരിക്കുമ്പോൾ പാമ്പിന്റെ സ്വഭാവവും കാണിക്കരുത്. ആരാധനയ്ക്ക് വരുമ്പോൾ ഭക്തിയുടെ വേഷവും പെരുമാറ്റത്തിൽ മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിൽ പാമ്പിന്റെ സ്വഭാവവും കാണിക്കരുത്. പാമ്പെന്ന് ഉദ്ദേശിക്കുന്നത് സാത്താൻ. സാത്താന്റെ സ്വഭാവമാണ് നമ്മുടെ സംസാരത്തിൽ വെളിപ്പെടുന്നതെങ്കിൽ തുറന്ന സ്വർഗം ഉണ്ടാകില്ല. സ്വർഗം തുറന്നാലും ശരി, അടഞ്ഞു പോകും. ആരാധിക്കുമ്പോൾ അഭിഷിക്തർ വിളിച്ചു പറയും, നിന്റെ മുകളിൽ ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയും. പക്ഷെ ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അത് അടച്ചു വെച്ചേക്കും. എങ്ങനെ അടയും? സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും അത് അടഞ്ഞു പോകും. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമോ? സ്വഭാവത്തെ നമ്മൾ ക്രമീകരിക്കണം, ചിന്തകളെ രൂപാന്തരപ്പെടുത്തണം. യേശു എന്നിലുണ്ടെന്ന് മറന്നു പോകരുത്. ഞാൻ യേശുവിനെ ചുമക്കേണ്ടവനാണെന്ന് മറന്നു പോകരുത്. ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ചുമക്കേണ്ടുന്ന ദൈവത്തിന്റെ മന്ദിരമാണെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. സ്നേഹം വെളിപ്പെട്ടില്ല എങ്കിൽ, സ്നേഹം ഇല്ല എങ്കിൽ ഒരു പ്രയോജനമില്ല എന്ന് വചനം പറയുകയാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹമില്ല എങ്കിൽ എന്താ പറയുന്നേ? 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, ചിലമ്പുന്ന ചെമ്പോ, വായിച്ചോ. ഞാൻ പുതു ഭാഷകളിൽ അന്യഭാഷകൾ സംസാരിച്ചാലും പ്രവചനപരമുണ്ടായാലും സകല മർമ്മങ്ങളും ഗ്രഹിച്ചാലും വചനം പറയുകയാണ്, സ്നേഹം ഇല്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ശബ്ദമലിനീകരണം മാത്രമേ ഉള്ളൂ എന്നാണ് അർത്ഥം. സൗണ്ട് പൊല്യൂഷൻ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുവാനല്ല ദൈവം തന്റെ മക്കളെ വിളിച്ചിരിക്കുന്നത്, യേശുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാനാണ്. അടുത്ത് കേട്ടിച്ചു പറഞ്ഞേ, സൗണ്ട് പൊല്യൂഷൻ വേണ്ട, യേശുവിന്റെ സ്നേഹം വേണം. ഇനി സൗണ്ട് പൊല്യൂഷൻ വേണ്ട എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന സമയം വാതുറക്കാതിരുന്ന് കളയരുത്. ആരാധിക്കുമ്പോൾ ആർപ്പോടെ കർത്താവിനെ സ്തുതിക്കണം, ആർത്തു പാടി ഉല്ലസിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനം അടിസ്ഥാനപരമായി മനസ്സിലാക്കുക, വചനപ്രകാരം നമ്മുടെ സ്വഭാവം മാറിയാൽ ആശീർവാദങ്ങൾ ധാരാളമായി വരും. സ്വഭാവം മാറി താഴ്മ വന്നാൽ, സ്നേഹം വന്നാൽ, ദയയും കരുണയും നമ്മുടെ ഉള്ളിലുണ്ടായാൽ, അത് വെളിപ്പെട്ടു തുടങ്ങിയാൽ പെട്ടെന്ന് പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകും. പ്രാർത്ഥിച്ചിട്ടും അഹങ്കാരത്തോടെ സംസാരിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകില്ല. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. പ്രാർത്ഥനയിലും ഉപവാസത്തിലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സ്വഭാവത്തെ ഒന്ന് മാറ്റി നോക്ക്. അനാവശ്യമായി കയ്പോ വെറുപ്പോ പകയോ പിണക്കമോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റി ഒന്ന് മാനസാന്തരപ്പെട്ട് നോക്ക്.
താഴ്മ ധരിച്ചു നോക്ക്, ഒന്നും നഷ്ടപ്പെടുവാനില്ല. നന്മകൾ വരികയുള്ളൂ, ദൈവത്തിൽ നിന്നും നന്മകൾ വരികയുള്ളൂ. ദൈവത്തിൽ നിന്നും നന്മകളും ആശീർവാദങ്ങളും വരണമോ, സ്വഭാവത്തിലും മാറ്റമുണ്ടാകണം. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതും വേണം. പ്ലസ് നമ്മുടെ ക്യാരക്ടറിൽ, സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, ഇടപെടലിൽ, ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണവും രൂപാന്തരവും ഉണ്ടായാൽ ദൈവത്തിന്റെ ആശീർവാദം നമ്മിൽ തങ്ങും, ദൈവത്തിന്റെ കൃപ നമ്മിൽ പെരുകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ആശീർവാദം നമ്മിൽ പെരുകണമോ? ബേസിക്കായിട്ട് മനസ്സിലാക്കുക, എന്തുകൊണ്ട് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ളതിനേക്കാൾ ഉപരി ആദ്യം എന്നെ ഞാൻ ഇനി എങ്ങനെയൊക്കെയാണ് മാറ്റേണ്ടത്, എന്റെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, എന്റെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് പരിശോധിക്കണം. ഏലിയാവോ ഇതെല്ലാം മാറ്റം വരുത്തി. ആരോടും പകയില്ല, പിണക്കമില്ല, വെറുപ്പില്ല, കയ്പില്ല, വിദ്വേഷമില്ല, ഭിന്നതയില്ല, ഇതൊന്നുമില്ല. പകരം എന്തുണ്ട്? ദൈവരാജ്യത്തെ കുറിച്ചൊരു എരിവ് തൻ്റെ ഉള്ളിലുണ്ട്. രാജ്യം വഴിവിട്ടു പോകുവാൻ പാടില്ല. വാഗ്ദത്തം പ്രാപിച്ച ദൈവജനം, ന്യായപ്രമാണം പ്രാപിച്ച ദൈവജനം, ദൈവഭക്തിയിൽ അനേക പ്രവാചകന്മാരുടെ ഉപദേശം പ്രാപിച്ച തലമുറയിൽപ്പെട്ട ദൈവജനം, ഈ ജനം ലോകത്തിന്റെ വഴിയിൽ, പിശാചിന്റെ വഴിയിൽ പോകുവാൻ പാടില്ല. ഇവർ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടുന്ന തലമുറയാണ്, ഇവർ ദൈവത്തെ ആരാധിക്കേണ്ടവരാണ് എന്നൊരു എരിവ്, എന്നൊരു ഭാരം ആ ജനത്തെക്കുറിച്ച്, ആ തലമുറയെക്കുറിച്ച് ഏലിയാവിന്റെ ഉള്ളിൽ വന്നതുകൊണ്ട് ഏലിയാവിനായി ദൈവം സ്വർഗത്തെ തുറന്നു. മാത്രമല്ല, ഉന്നതമായ ആത്മീക അധികാരങ്ങളും ഉന്നതമായ ദൈവിക സാന്നിധ്യത്തെയും ദൈവം ഏലിയാവിന്റെ മേൽ പകർന്നു. തുറന്ന സ്വർഗം വെറുതെ വരില്ല. തുറന്ന സ്വർഗം എന്നുള്ളത് ഇറ്റ്സ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ്, അതൊരു ആത്മീക അനുഭവമാണ്. വചനത്താൽ നമുക്കൊരു രൂപാന്തരം വരുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകും. നിങ്ങളുടെ വീട്ടിൽ തുറന്ന സ്വർഗത്തിന്റെ അനുഭവം ഉണ്ടാകണമെന്ന് ആഗ്രഹിപ്പിൻ. വഴക്കുള്ള വീട്ടിൽ തുറന്ന സ്വർഗം കാണില്ല, അടഞ്ഞ സ്വർഗമേ കാണുകയുള്ളൂ. പരദൂഷണം പറയുന്ന വീട്ടിൽ അടഞ്ഞ സ്വർഗമേ ഉണ്ടാവുകയുള്ളൂ. ആ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കില്ല. വീട്ടിലിരുന്ന് ദൈവത്തിന്റെ അഭിഷിക്തരെയും വചനത്തെയും ദൈവത്തിന്റെ കാര്യങ്ങളെയും കുറ്റം പറയുന്ന വീടാണ് നിന്റെ വീടെങ്കിൽ ആ വീട്ടിൽ ശാപം വരും. അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും ആ ശാപം മാറില്ല. ആദ്യം ഒരു മാനസാന്തരം ഉണ്ടാകണം. ആരെയും കുറ്റം പറയുവാനോ തരം താഴ്ത്തുവാനോ ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല. ഒരു രൂപാന്തരം ഉണ്ടാകട്ടെ, ഒരു വിശുദ്ധീകരണം ഉണ്ടാകട്ടെ. പ്രാർത്ഥനകൾ കേൾക്കപ്പെടണമെങ്കിൽ കുറ്റങ്ങൾ ഉണർന്ന് രൂപാന്തരം പ്രാപിച്ച് ദൈവത്തോട് ചേർന്ന് വരണം. പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് തന്നെ ചിലരോടെല്ലാം ദൈവാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തെ നിങ്ങൾ കൊണ്ടുവരാമെങ്കിൽ, സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, ഇടപെടലിൽ ഒരു മാറ്റത്തെ കൊണ്ടുവരാമെങ്കിൽ, അനേക കാലങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും നടക്കാത്ത, ശ്രമിച്ചിട്ടും നടക്കാത്ത ചില കാര്യങ്ങളുടെ മേലെല്ലാം കർത്താവ് ഒരു ദൈവ പ്രവൃത്തിയെ അയക്കുവാനായി പോവുകയാണ്. ഒരു തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നു. തിരുവചനത്തെ ഏറ്റെടുത്തൊരു രൂപാന്തരം പ്രാപിക്കാമെങ്കിൽ മഹത്വകരമായ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാകും. വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാമെങ്കിൽ, വചനത്തെ ഏറ്റെടുത്ത് ആരാധിക്കാമെങ്കിൽ, വചനത്തെ ഏറ്റെടുത്ത് ദൈവത്തിന്റെ വഴിയിൽ നടക്കാമെങ്കിൽ വലിയ രൂപാന്തരങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് കഷ്ടം, എന്തുകൊണ്ട് നഷ്ടം എന്ന് കലങ്ങേണ്ടതല്ല, കണ്ടുപിടിക്കുക. വാട്ട് ഈസ് റോങ്, എവിടെയാണ് മിസ്റ്റേക്ക്, എവിടെയാണ് പ്രശ്നം, എവിടെയാണ് തെറ്റ്, കണ്ടുപിടിക്കുക. സ്വയം പരിശോധിക്കുക, സ്വയം പരിശോധിക്കുക. മറ്റുള്ളവരെ ന്യായം വിധിക്കുന്നത് നിർത്തിയിട്ട്, മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിർത്തിയിട്ട് സ്വയം കണ്ടുപിടിക്കുക. ഞാൻ എവിടെയാണ് രൂപാന്തരപ്പെടേണ്ടത്, എനിക്ക് എവിടെയാണ് മാറ്റം വരേണ്ടത്, എന്താണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം, എന്താണ് എൻ്റെ കുറവ് എന്ന് ദൈവസന്നിധിയിൽ ശോധന ചെയ്യാമെങ്കിൽ, ആ കുറവുകളെ പരിഹരിക്കുവാനായി ദൈവസന്നിധിയിൽ ഇരിക്കാമെങ്കിൽ അവിടെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും, ദൈവത്തിന്റെ ഒരു വിശുദ്ധീകരണം ഉണ്ടാകും, ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. എല്ലാ പൈശാചികമായ അധികാരങ്ങളും അവകാശങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി മഹത്വകരമായ ദൈവപ്രവൃത്തി, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരും.
ഏലിയാവിന്റെ സ്വഭാവത്തിൽ ഒരു മഹത്വം 1 രാജാക്കന്മാർ 17-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം, കർത്താവ് ഏലിയാവിനോട് പറയുകയാണ്, ഇവിടെ നിന്ന് പോയി കിഴക്ക് കെരീത്ത് തോട്ടിൽ, യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിൽ പോയി ഒളിച്ചിരിക്കുക എന്ന് പറയുകയാണ്. ആ തോട്ടിൽ നിന്ന് നിനക്ക് കുടിക്കാം, ഞാൻ കാക്കയോട് നിനക്ക് അപ്പം കൊണ്ടുവരേണ്ടതിന് പറഞ്ഞിട്ടുണ്ട് എന്ന് ദൈവം പറയുകയാണ്. ഇത് കേട്ട ഉടനെ ഏലിയാവിന് ദൈവത്തോട് ഒരു ചോദ്യവും ചോദിക്കാനില്ല, കുറ്റം പറയാനില്ല, വിമർശനമില്ല. അയ്യോ, ഞാൻ നിന്റെ പ്രവാചകനായിട്ട് ഞാൻ എന്തിനാ തോട്ടിന്റെ കരയിൽ പോയി താമസിക്കുന്നത് എന്ന് ഏലിയാവ് ചോദിച്ചില്ല. ഇന്നത്തെ വിശ്വാസികൾ പലരും ചോദിക്കും, പല പല മറുചോദ്യങ്ങൾ ചോദിക്കും, പല പല വാദങ്ങൾ മുന്നോട്ട് വെക്കും, പല പല ക്വസ്റ്റ്യൻ മാർക്കുകൾ ഇടും. ഏലിയാവിന് ഒരു ക്വസ്റ്റ്യൻ മാർക്കുമില്ല, ഏലിയാവിന് ഒരു വിമർശനവുമില്ല, ഏലിയാവിന് ഒരു നിരാശയുമില്ല. താൻ പറഞ്ഞത് അതുപോലെ കേട്ട് അനുസരിക്കുന്ന ഒരു പ്രത്യേകത ഏലിയാവിനുണ്ട്. ദൈവവചനത്തിന്റെ മുന്നിൽ, ദൈവിക ആലോചനയുടെ മുന്നിൽ, ദൈവ പൈതലെ നിനക്ക് അനുസരണയുണ്ടോ? തുറന്ന സ്വർഗം നിനക്കായി ഇറങ്ങി വരും. തുറന്ന സ്വർഗത്തിന്റെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. ദൈവവചനത്തോട് അനുസരണയുണ്ടെങ്കിൽ, ശ്രദ്ധയോട് അത് കേട്ടേറ്റെടുക്കാമെങ്കിൽ, ദൈവവചനത്തെ ശ്രദ്ധയോടുകൂടെ ഏറ്റെടുത്ത് അതിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെങ്കിൽ വലിയ രൂപാന്തരങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. ഇവിടെ 3 റോയിൽ ഇരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുക. അവർ ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രത്യേക ശ്രദ്ധ നിങ്ങൾ അവർക്ക് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് കണ്ണെല്ലാം അങ്ങുമിങ്ങും മാറിപ്പോവുകയാണ്. അവർക്ക് എന്തൊക്കെയോ പല കാര്യങ്ങൾ നോക്കുവാനുണ്ട്, എന്തൊക്കെയോ പല കാര്യങ്ങൾ ചിന്തിക്കുവാനുണ്ട്. ആണോ? അവരവരെ നോക്കിയാൽ മതി, എന്നെ നോക്കിയാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, എന്നെ നോക്കിയാൽ മതി. ഓക്കെ, അങ്ങൊന്നും നോക്കരുത്, ഇവിടെ നോക്കിയിരിക്കണം. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, നോക്കൂ, ഏലിയാവ് കർത്താവ് എന്തു പറഞ്ഞാലും അനുസരിക്കാൻ റെഡിയാണ്. അതാണ് ഏലിയാവിന്റെ പ്രത്യേകത. മുറുമുറുപ്പില്ലാതെ അനുസരിപ്പാൻ റെഡിയാണ്, ചോദ്യം ചെയ്യാതെ അനുസരിപ്പാൻ റെഡിയാണ്. ഇതാണ് ദൈവത്തിന്റെ മക്കളുടെ പ്രത്യേകത. അങ്ങനെ ഒന്ന് വന്നു നോക്കിക്കേ. ചോദ്യം ചെയ്യുന്നില്ല, വിമർശിക്കുന്നില്ല, കുറ്റം പറയുന്നില്ല, നിരാശപ്പെടുന്നില്ല, തളർന്നു പോകുന്നില്ല, പിന്മാറിപ്പോകുന്നില്ല. പറയുന്നത് ചെയ്യാൻ റെഡിയാണ്. பேசும் ஜெபம் செய்யும்போது ஆண்டவா பிரிய மானதை இப்போ காட்டும் செய்ய ஆயத்தம். ஆண்டவா பிரிய மானதை இப்போ காட்டும் செய்ய ஆயத்தம். എന്താ നാം പാടിയത്? കർത്താവേ എന്നോട് സംസാരിക്കണമേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ എന്നോട് സംസാരിക്കണമേ, അങ്ങക്ക് ഇഷ്ടപ്പെട്ടതിനെ എന്നോട് സംസാരിക്കണമേ, അത് എനിക്ക് കാണിച്ചു തന്നാൽ, എനിക്ക് മനസ്സിലാക്കി തന്നാൽ ഞാൻ അത് ചെയ്യാൻ റെഡിയാണ് എന്നാണ് നമ്മളിപ്പോൾ പാടിയത്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പാടാമോ? பேசும் ஜெபம் செய்யும்போது ஆண்டவா பிரிய மானதை இப்போ காட்டும் செய்ய ஆயத்தம். ஆண்டவா பிரிய மானதை இப்போ காட்டும் செய்ய ஆயத்தம். ഒരിക്കൽ കൂടെ பேசும் ஜெபம் செய்யும்போது ஆண்டவா பிரிய மானதை. സത്യമായി പറയാമോ? இப்போ காட்டும் செய்ய ஆயத்தம். ஆண்டவா பிரிய மானதை இப்போ காட்டும் செய்ய ஆயத்தம். ഞാൻ റെഡിയാണ്.
അങ്ങനോട് സംസാരിച്ചാൽ, അങ്ങനെക്ക് കാണിച്ചു തന്നാൽ, അങ്ങനെക്ക് മനസ്സിലാക്കി തന്നാൽ ഞാൻ അതുപോലെ ചെയ്യാൻ റെഡിയാണ്. ഇതാണ് ഒരു സമർപ്പണം. ഹല്ലേലൂയ. എന്റെ കുറ്റം പറഞ്ഞാൽ ഞാൻ കഠിനപ്പെടും, ഞാൻ നിരാശപ്പെടും, ഞാൻ തളർന്നു പോകും, ഞാൻ പിന്മാറിപ്പോകും എന്നുള്ളവരോടല്ല ദൈവം സംസാരിക്കുന്നത്. ദൈവം നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് താഴ്മയോടുകൂടെ ഏറ്റെടുത്ത് അനുസരിക്കുന്നവരോട് കർത്താവ് സംസാരിക്കും. അവരുടെ മേൽ തുറന്ന സ്വർഗത്തിന്റെ ഒരു അനുഭവം ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവം പറയുന്ന കാര്യങ്ങളെ അവഗണിക്കുന്നവരോട് കർത്താവ് പിന്നെ സംസാരിക്കുകയില്ല. കർത്താവ് നന്മകൾ ചെയ്തിട്ടും നന്ദി പ്രകടിപ്പിക്കാത്തവരോട് ദൈവം വീണ്ടും നന്മകൾ അവർക്ക് കൊടുക്കുകയില്ല. ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളോടും ദൈവജനത്തിന്റെ ഒരു പ്രതികരണം വേണം. ദൈവത്തിന്റെ ആലോചനകൾ ലഭിക്കുമ്പോൾ അത് ശിരസാവഹിച്ച് താഴ്മയോടുകൂടെ ഏറ്റെടുക്കാമെങ്കിൽ, കഠിനപ്പെടാതെ ഏറ്റെടുക്കാമെങ്കിൽ, വിലയേറപ്പെട്ട മുത്തുപോലെ ഏറ്റെടുക്കാമെങ്കിൽ അതിൻ്റെതായ ഒരു നന്മ, ആശീർവാദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവത്തിന്റെ വചനത്തോടും ദൈവത്തിന്റെ കാര്യങ്ങളോടും എത്ര വിലമതിപ്പ് പ്രകടിപ്പിക്കാമോ അത്രയും ദൈവികമായ മാന്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരും. യു വിൽ സീ മിറക്കിൾസ്. നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. വചനത്തെ ഏറ്റെടുത്താൽ, വചനത്തിന് കീഴ്പ്പെട്ടാൽ, വചനപ്രകാരം രൂപാന്തരപ്പെട്ടാൽ യു വിൽ സീ മിറക്കിൾസ്. നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. വചനം നമ്മെ ശുദ്ധീകരിക്കും. ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പൻ. നാളെ ഞാൻ നിങ്ങളുടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഇന്ന് മാനസാന്തരപ്പെട്ടാൽ, ഇന്ന് രൂപാന്തരം പ്രാപിച്ചാൽ നാളെ മിറക്കിൾസ് ഉണ്ടാകും, നാളെ വണ്ടേഴ്സ് ഉണ്ടാകും, നാളെ സയൻസ് ഉണ്ടാകും, നാളെ ജയം ഉണ്ടാകും. മഹത്വകരമായ ദൈവപ്രവൃത്തികൾ അടുത്ത നിമിഷം മുതൽ ആരംഭിക്കും. എപ്പോഴാ ഒരു സമർപ്പണം ഉണ്ടാകുന്നുവോ, എപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകുന്നുവോ, എപ്പോൾ ഒരു മാനസാന്തരം ഉണ്ടാകുന്നുവോ അടുത്ത സമയം വിടുതലുണ്ടാകും. ഹല്ലേലൂയ. എപ്പോൾ പറയുന്നു കർത്താവേ ഞാൻ എന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു, ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു, എനിക്ക് അങ്ങ് മാത്രം മതി, ഞാൻ അങ്ങയുടെ വഴിയിലേക്ക് തിരിയുന്നു, ഞാൻ ലോകത്തിന്റെ വഴിയിൽ പോയത് എനിക്കിനി അത് വേണ്ട, ഞാൻ അങ്ങയുടെ വഴിയിലേക്ക് തിരിയുന്നു. എപ്പോഴാണോ ഒരു താഴ്മ ഉണ്ടാകുന്നത്, എപ്പോഴാണോ ഒരു ഉടമ്പടി ഉണ്ടാകുന്നത്, എപ്പോഴാണോ ദൈവനാമത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത്, അടുത്ത നിമിഷം ഒരു വിടുതൽ ഉണ്ടാകും. അടുത്ത നിമിഷം മുതൽ അത്ഭുതങ്ങളുടെ ആരംഭമാകും. ഹല്ലേലൂയ. നിങ്ങളുടെ അവസ്ഥകൾ എന്തു തന്നെയുമായിക്കൊള്ളട്ടെ, തിരുവചനത്തെ അറിഞ്ഞതിന് അനുസരിച്ച് പ്രാധാന്യത്തോടുകൂടെ ഏറ്റെടുക്കാമെങ്കിൽ മിറക്കിൾസ് വിൽ സ്റ്റാർട്ട്. അത്ഭുതങ്ങൾ ആരംഭിക്കും. ആമേൻ. കേട്ടിട്ടും തിരിഞ്ഞു നോക്കാതെ അവഗണിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അത്ഭുതങ്ങൾ വൈകും, നന്മകൾ വൈകും. ഞാൻ പലരുടെ ജീവിതത്തിലും കണ്ടിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ വളരെ നിസ്സാരപ്പെട്ട ചില ആലോചനകൾ അവർക്ക് കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് കൊടുക്കുന്നതല്ല, പകരം ദൈവത്തിന്റെ ആത്മാവിനാൽ ചില ആലോചനകൾ കൊടുക്കുന്നതാണ്. എന്നാൽ ആ ആലോചനകളെ വിലയേറപ്പെട്ട ഒരു മുത്തിനെ പോലെ ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഇമ്മീഡിയറ്റ്ലി മിറക്കിൾസ്, അത്ഭുതങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ആലോചനയെ മൈൻഡ് ചെയ്യാതെ അവഗണിച്ചു കൊണ്ടുപോകുന്നവർ, അതിന് പല തടസ്സങ്ങൾ പറഞ്ഞു പോകുന്നവർ, അവർ സ്ട്രഗിൾ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു മിറക്കിൾ, പെട്ടെന്നൊരു വിടുതൽ ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആലോചനകൾ കേട്ടാൽ അത് അതേപടി ഇമ്മീഡിയറ്റ്ലി ഏറ്റെടുത്താൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ദൈവത്തിന്റെ അഭിഷിക്തന്മാരിൽ നിന്നും ലഭിക്കുന്ന ദൈവിക ആലോചനയെ ഏറ്റെടുത്താൽ ഉടനടി ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കും. ചിലർ വിചാരിക്കുന്നു ഈ ആലോചന അനുസരിച്ചില്ല എങ്കിലും ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നാൽ എനിക്ക് വിടുതൽ ലഭിക്കുമെന്നൊരു അന്ധവിശ്വാസമുണ്ട്. ഫസ്റ്റ് ഒബേ, ആദ്യം അനുസരിക്ക്, then മിറക്കിൾ. അനുസരിച്ചു കഴിഞ്ഞാൽ അടുത്ത മിറക്കിൾ. എല്ലാ വിടുതലും വരുന്നത് പ്രാർത്ഥനയാലല്ല. ചിലത് മാനസാന്തരത്താൽ, ചിലത് അനുസരണയാൽ, ചിലത് കീഴ്പ്പെടുമ്പോൾ, ചിലത് നമ്മുടെ മനസ്സിനെ ഒന്ന് വിട്ടുകൊടുക്കുമ്പോൾ, ചില കാര്യങ്ങളിൽ നമുക്കൊരു അംഗീകാരം ഉണ്ടാകുമ്പോൾ, താഴ്മ വരുമ്പോൾ, സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഇതിലെല്ലാത്തിലും വിടുതലുണ്ടാകും. വിടുതൽ പ്രാർത്ഥനയാൽ മാത്രമാണെന്ന് വിശ്വസിക്കരുത്. അതൊരു തെറ്റിദ്ധാരണയാണ്. ചിലർ വിചാരിക്കുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്. ചില കാര്യങ്ങൾക്കേ അത് സംഭവിക്കുകയുള്ളൂ. പല വിടുതലുകളും ഉണ്ടാകുന്നത് ദൈവനാമത്തിൽ
ദൈവവചനത്തിന്റെ സത്യത്തെ ഗ്രഹിച്ച് അത് ചെയ്തു തുടങ്ങുമ്പോൾ, അത് ഏറ്റെടുത്തു തുടങ്ങുമ്പോഴാണ് ചില ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നത്. ദൈവജനം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. എന്നാൽ രൂപാന്തരങ്ങൾ വരേണ്ടടുത്ത് രൂപാന്തരങ്ങൾ വന്നിട്ട് ആ വിഷയത്തിൽ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. നിങ്ങൾ ആരാധനയിൽ സമയം ചിലവഴിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. നിങ്ങൾ തിരുവചന ധ്യാനത്തിലും വചന വായനയിലും സമയം ചിലവഴിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ഇതെല്ലാം ദൈവത്തിന് ഇഷ്ടമാണ്. എന്നാൽ സത്യങ്ങൾ നാം ഗ്രഹിക്കണം. മർമ്മങ്ങൾ, വചനത്തിന്റെ തിരുവെഴുത്തിന്റെ മർമ്മങ്ങളെ നാം ഗ്രഹിക്കണം. അത് ഗ്രഹിക്കാതെ നമ്മൾ വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കില്ല. ഹല്ലേലൂയ. ഏലിയാവ് അനുസരണയുള്ളവനാണ്. തോട്ടിന്റെ കരയിൽ ജീവിക്കുവാൻ പറഞ്ഞത് തനിക്ക് പരാതിയില്ല. തോട്ടിൽ നിന്നും കുടിക്കുവാൻ പറഞ്ഞത് തനിക്ക് പരാതിയില്ല. കാക്ക അപ്പം കൊണ്ടുവരുമെന്ന് പറഞ്ഞതിലും തനിക്ക് പരാതിയില്ല. 3.5 വർഷത്തോളം തന്റെ ജീവിതം അങ്ങനെ തന്നെ ജീവിച്ചു. ഏലിയാവിന് പരാതിയില്ല. ഹല്ലേലൂയ. ചില ആളുകളുടെ സ്വഭാവം എന്തിനും പരാതി പറയുന്നവരാ. ചിലരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചില പഴഞ്ചൊല്ലുകളാണ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രാത്രി പെട്ടതും ഇഷ്ടപ്പെടില്ല, രാവിലെ പെട്ടതും ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ ഏത് ലെവലിലുള്ള ആളുകളെയും ഇഷ്ടപ്പെടില്ല എന്നാണ് അർത്ഥം. ഏതിനും കുറ്റം പറയും. കുറ്റം പറയാതിരിക്കില്ല. അത് ചിലരുടെ നേച്ചറാണ്. ഇങ്ങനത്തെ സ്വഭാവം, ഇങ്ങനത്തെ നേച്ചർ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യണം. കുറ്റം പറയണ്ട എന്നല്ല, പകരം കുറ്റം പറയുന്നത് തന്നെ ഒരു സ്വഭാവമാക്കി മാറ്റിയാൽ, എല്ലാത്തിലും ഒരു റിജക്ഷൻ മൈൻഡ് കാണിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ആത്മീയതയിൽ മുന്നേറുവാൻ അതൊരു തടസ്സമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഒത്തുപോകുവാൻ അത് തടസ്സമാണ്. തിരുവെഴുത്തിനോട് ഒത്തുപോകുവാൻ അത് തടസ്സമാണ്. എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവമല്ല നമുക്ക് വേണ്ടത്. സത്യത്തെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. ഹല്ലേലൂയ. തിരുവെഴുത്തുകളെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. തിരുവെഴുത്തിന്റെ മുന്നിൽ കീഴ്പ്പെടുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. തിരുവെഴുത്തിന്റെ മുന്നിൽ നമ്മെ തന്നെ താഴ്ത്തുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവമല്ല നമുക്ക് വേണ്ടത്. കുറ്റം പറയുന്നത് തന്നെ സ്വഭാവമാക്കി മാറ്റിയാൽ അത് ക്രമേണ പൈശാചിക അടിമത്തത്തിലേക്ക് അത് അവരെ കൊണ്ടുപോകും. ദൈവത്തിന്റെ സാന്നിധ്യങ്ങളും കൃപകളും അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും. അഭിഷേകം പ്രാപിച്ചവർ, അന്യഭാഷ പറയുന്നവർ, ദർശനങ്ങൾ കാണുന്നവർ, പ്രവചിക്കുന്നവർ, നിങ്ങൾ കുറ്റം പറയുന്ന സ്വഭാവത്തോടെ ഇരിക്കുന്നുണ്ടോ, നിങ്ങളുടെ കൃപകളെയും നിങ്ങളുടെ ദൈവ സാന്നിധ്യത്തെയും നിങ്ങൾ നഷ്ടമാക്കും. ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിക്കുന്നവർ, ആരാധിക്കുന്നവർ കുറ്റം പറയുന്ന സ്വഭാവത്തിൽ ഇരിക്കരുത്. കുറ്റം പറച്ചിൽ തന്നെ ഒരു പ്രകൃതമാക്കി വെച്ചേക്കരുത്. ആ സ്വഭാവത്തിൽ നിന്നും പുറത്തു വാ. ചിലർക്ക് മുറുമുറുക്കുന്നതാണ് സ്വഭാവം. ഇസ്രായേൽ മക്കളെ കുറിച്ച് മോശ മുഖാന്തരം അവർ വഴി നടത്തപ്പെട്ടപ്പോൾ അവരുടെ ജീവിതയാത്ര മുഴുവനും അവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: അവർ മുറുമുറുക്കുന്ന സ്വഭാവമുള്ളവരാണ്. എല്ലാവരും മുറുമുറുക്കുന്ന സ്വഭാവമുള്ളവരല്ല, നല്ല ആളുകൾ അതിലുണ്ട്. എങ്കിലും ജനറലി അവരെ കുറിച്ച് പറയുകയാണ് മുറുമുറുക്കുന്ന സ്വഭാവമുള്ളവരാണ്. എന്തൊക്കെ കിട്ടിയാലും നന്ദി പറയുന്നതിനേക്കാൾ അവർ മുൻസ്ഥാനം കൊടുത്തത്, നന്ദി പറയുന്നതിനേക്കാൾ മുൻസ്ഥാനം കൊടുത്തത് മുറുമുറുക്കുവാനാണ്. ഏതിനാണ് മുൻസ്ഥാനം? നന്ദി പറയുവാനാണോ മുറുമുറുക്കുവാനാണോ? ദൈവമക്കൾ നന്ദി പറയുന്നതിൽ മുൻസ്ഥാനം കൊടുത്താൽ അത് ദൈവത്തിന് പ്രസാദം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെയും തരം താഴ്ത്തുവാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. ഏലിയാവിന് ദൈവം നിയോഗിച്ച കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് ശേഷം ദൈവം കൊടുത്ത സൗകര്യങ്ങൾ പരിമിതിയുള്ളതാണെങ്കിലും കുറ്റം പറയുന്നില്ല, മുറുമുറുക്കുന്നില്ല, നിരാശപ്പെടുന്നില്ല, തളർന്നു പോകുന്നില്ല. സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ
പിറുപിറുക്കുന്ന ഉള്ളമല്ല വേണ്ടത്, നന്ദി പറയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഉള്ളം നമ്മിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടി കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഏലിയാവിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ താൻ എടുക്കപ്പെടേണ്ട സമയത്തിൽ ഏലിയാവിനോട് ദൈവം പറയുകയാണ്, ഇന്ന സ്ഥലത്തേക്ക് പോ എന്ന് പറഞ്ഞ് പല പല സ്ഥലങ്ങളിൽ മാറ്റിവിടുകയാണ്. ഏലിയാവ് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം എന്നെ ഇന്ന സ്ഥലത്തേക്ക് അയച്ചിരിക്കുകയാണ്. തനിക്കെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന തന്നെ ചെയ്യുമെന്നൊരു പിടിവാശി ഏലിയാവിനില്ല. ദൈവം ഒരു സ്ഥലത്തോട്ട് പോകാൻ പറയുമ്പോൾ തടസ്സവാദങ്ങളുമില്ല, തടസ്സമായി ഒന്നും പറയില്ല. കർത്താവ് പറഞ്ഞെങ്കിൽ ഞാൻ അനുസരിക്കാൻ റെഡിയാണ്. ശമൂവേൽ ദൈവശബ്ദം കേട്ടപ്പോൾ ഏലി ശമൂവേലിനെ ഉപദേശിച്ചു, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ഈ ഒരു മനോഭാവമാണ് ദൈവമക്കൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. കർത്താവ് പറയുന്നത് ഞാൻ ചെയ്യാം. കർത്താവ് പറയുന്നത് എനിക്ക് നല്ലതായി തോന്നിയാലും മോശമായി തോന്നിയാലും ഞാൻ അതിനെ മോശമായി കാണില്ല, ഞാൻ അതിനെ നല്ലതായി കണ്ട് ഞാൻ അനുസരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ കാര്യങ്ങളുമായും ലോകത്തിന്റെ മക്കളോടും ദൈവത്തിന്റെ കാര്യങ്ങളെ താരതമ്യം ചെയ്യരുത്. അങ്ങനെ താരതമ്യം ചെയ്യുന്നവർ ദൈവകൃപയിൽ നിന്നും വീണുപോകും. ദൈവത്തിന്റെ വചനങ്ങളെ നന്ദിയുള്ള ഹൃദയങ്ങളോടെ ഏറ്റെടുത്താൽ അവർ അനുഗ്രഹിക്കപ്പെടും, മാനിക്കപ്പെടും, ഉയർത്തപ്പെടും. ഹല്ലേലൂയ. ഏലിയാവിനെ ദൈവം പല സ്ഥലങ്ങളിൽ അയക്കുന്നു, പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം പോകുന്നു. ദൈവം അയക്കുന്ന സമയങ്ങളിൽ അയക്കുന്ന സ്ഥലത്ത് പോകുന്നു, ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, പറയാൻ പറയുന്ന കാര്യങ്ങൾ പറയുന്നു. ആ ലെവലിൽ മാത്രം ദൈവത്തോട് പറ്റിയിരുന്ന ഒരു അനുസരണയുള്ള ഒരു ഭക്തനാണ് ഏലിയാവ്. ആദാം അനുസരണക്കേട് മൂലം തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിൽ നിന്നും വീണുപോയെങ്കിൽ, വീഴ്ത്തപ്പെട്ട മനുഷ്യന്റെ കാറ്റഗറിയിൽ വന്നുവെങ്കിൽ, അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവത്തിൽ ജനിക്കപ്പെട്ട ഏലിയാവ് താൻ അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവത്തിൽ മരിച്ചില്ല. തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് കയറി വന്നതിന് ശേഷം അമേൻ താൻ അതിൽ തന്നെ തുടർന്ന് അമേൻ മരണം പോലും കാണാതെ വണ്ണം ദൈവത്തിന്റെ ശക്തിയാൽ എടുക്കപ്പെടുന്ന അവസ്ഥകളിലേക്ക്, ഉന്നത നിലകളിലേക്ക്, ഉന്നത ആത്മീക അനുഭവങ്ങളിലേക്ക് കയറി വരുവാൻ ഏലിയാവിന് കഴിഞ്ഞു. എന്നാൽ ഇന്ന് നമ്മെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഉന്നതമായ ആത്മീയ അനുഭവങ്ങളിലേക്ക് കയറുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം ആവശ്യമാണ്, ഒരു മാനസാന്തരം ആവശ്യമാണ്, ഒരു രൂപാന്തരം ആവശ്യമാണ്, ഒരു തീക്ഷ്ണത ആവശ്യമാണ്, ഒരു എരിവ് ആവശ്യമാണ്, ഒരു ദാഹം ആവശ്യമാണ്. ഒരു ദാഹമുണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ കൂടെ നടക്കുവാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിശ്ചയമായി നമ്മുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റത്തെ കർത്താവ് തരും. തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കരം പിടിച്ചു വഴി നടത്തും. ഹല്ലേലൂയ.